Namaskaram, hi, hello, welcome back to my YouTube channel, my Twin Flame Yatra. Hope you are divine guidance only മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. Please don't give up on yourself. And this is the right place to invest in yourself because this is the channel where we provide twin flame readings. Twin flame readings എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഡിവൈൻ ഫെമിനിൻ്റെ കറന്റ് ഫീലിംഗ്സ് അല്ല. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേർണലിൽ ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ആത്മാവ് എന്താണ് എന്നോട് പറയാം. സോ നമ്മുടെ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിലാണ്, സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് വേണ്ടി, അസെൻഷനിന് വേണ്ടിയാണ്, റാദർ ദാൻ ഫോക്കസിങ് ഓൺ എ പെർട്ടിക്കുലർ പേഴ്സൺ. വേറൊരു പേഴ്സൺ നിങ്ങളുടെ ഔട്ട്സൈഡിൽ നമ്മൾ ഈ ചാനലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഔട്ട്സൈഡിലല്ല, ഈ വിതിൻ ആണ്, ഇൻസൈഡ്. നിങ്ങൾ ഇൻസൈഡിൽ കൂടുതൽ പോകാനാണ് ഈ ചാനൽ പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഭയങ്കരമായിട്ടുള്ള കുറച്ച് ഹെവി എനർജിയാണ് രണ്ട് പൈലുള്ളതും. സോ പ്ലീസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ വരും. സോ നിങ്ങൾക്ക് പൈലിനെ ചൂസ് ചെയ്യാൻ പറ്റും ആൻഡ് കണക്ട് വിത്ത് ദ പൈൽസ് ആൻഡ് കണക്ട് വിത്ത് ദ എനർജീസ് ലൈഫിൽ റൈറ്റ് നൗ. സറണ്ടർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങളുടെ സ്പിരിറ്റ് ടീംസ് ആണ് ചാനൽ ചെയ്തത് ത്രൂ മീ. ലൈക്ക് ഐ എം ജസ്റ്റ് എ ചാനലർ. സോ റിസീവ് ചെയ്യുക what you have to surrender right now. ഹോപ്പ് ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യട്ടെ, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം തരട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് മീ. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിനും സ്പിരിറ്റ് ടീംസിനും നന്ദി പറയുന്നു. നിങ്ങൾക്കും നന്ദി പറയുന്നു എന്നെ വിശ്വസിക്കുന്നതിൽ, എൻ്റെ ചാനൽ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്, ലൈക്ക് ചെയ്യുന്നതിന്, ഷെയർ ചെയ്യുന്നതിനും. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇനി നമുക്ക് മൂവിങ് ഇൻ ടു യുവർ കാർഡ്സ്. സോ ഒരു സ്മോൾ മെഡിറ്റേഷൻ ഉണ്ട്. ഓക്കെ, സോ സീ യു. നമസ്കാരം. ഫോർ ദ മെഡിറ്റേഷൻ റിലാക്സ് ചെയ്യുക, ബോഡി റിലാക്സ് ചെയ്യുക. ഓക്കെ, സ്പൈൻ ഇറക്റ്റ്, ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്തിടുക. Now take a deep breath in and exhale. Take a deep breath in and exhale. Completely surrender ചെയ്യുക and try to tune into your heart space. ഹൃദയ സെൻറ്ററിലേക്ക് ഫോക്കസ് കൊടുക്കുക. Try to connect with the energy. ഹോപ്പ് നിങ്ങൾ പൈൽ ചൂസ് ചെയ്ത് കാണും. സോ നൗ മൂവിങ് ടു യുവർ റീഡിങ്. നമസ്കാരം, പൈൽ നമ്പർ 1. സോ നിങ്ങൾ ഈ ഒരു ഇമേജാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. സോ ഞാൻ ഇന്നാണ് റീഡിങ് ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇന്നലെ തന്നെ പൈൽ ഞാൻ റെഡിയാക്കിയിരുന്നു, ലൈക്ക് ഇമേജ് സെലക്ട് ചെയ്തിരുന്നു. സോ സംഹൗ എനിക്ക് ഫീലായത്, ഗൈഡൻസ് വന്നത് സറണ്ടറിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാനാണ്, പൈൽ ചെയ്യാനാണ്, പിക്കപ്പ് പൈൽ റീഡിങ് ചെയ്യാനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇമേജായിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ ലൈക്ക് വേറൊരു മാർഗമില്ല നിങ്ങളുടെ ഫ്രണ്ടിൽ. കാരണം വളരെ നിങ്ങളുടെ ട്രസ്റ്റും ഫെയ്ത്തും വളരെ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരു പൈലാണിത്. സറണ്ടർ ലൈക്ക് വേറൊരു ചോയ്സും നിങ്ങളുടെ ഫ്രണ്ടിലില്ല സറണ്ടർ അല്ലാതെ. ആ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള കരച്ചിൽ, ലൈക്ക് എന്ത് ചെയ്താലും അതിൽ ഡിലേ. നിങ്ങൾ ചെയ്ത ഇന്നർ വർക്കിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്ത ജോബിലായിക്കോട്ടെ, എല്ലാത്തിലും ഡിലേ. നിങ്ങളുടെ പ്രൊമോഷനിൽ ഡിലേ, നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ടിൽ ഡിലേ, നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, ഇന്നർ വർക്ക് ചെയ്തിട്ടും അതിൻ്റെയും റിസൾട്ട് കിട്ടുന്നില്ല, അബണ്ടൻസിൻ്റെ ബ്ലോക്കേജസ്, യൂണിയനിലെ ബ്ലോക്കേജസ്, ലൈഫിൽ ഒരു തരത്തിലും സമാധാനം എന്തെന്നറിയാത്തൊരു പൈലാണിത്, പൈൽ നമ്പർ 1. സോ നിങ്ങളുടെ ലൈഫിൽ സറണ്ടർ അല്ലാതെ വേറൊരു ചോയ്സും നിങ്ങൾക്ക് ഫ്രണ്ടിൽ
ഈശ്വരൻ തുറന്നിട്ടിട്ടില്ല. ലൈക്ക് നിങ്ങളെ ഫോഴ്സ് ചെയ്യപ്പെടണം, നിങ്ങൾ അവസാനം മുട്ടുമടക്കിയാണ് സറണ്ടർ ചെയ്തത്. ലൈക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാന്നിടത്തോളം നിങ്ങൾ ചെയ്തു. ഒരു ദ്രൗപദീൻ്റെ ഒരു എനർജി ഫീലാണ് എനിക്ക് വന്നത്. ലൈക്ക് ഇനി ഇതിൽ കൂടുതൽ പെയിൻ സഹിക്കാൻ വയ്യ. അപ്പോൾ കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്തില്ല രക്ഷിക്കാൻ വേണ്ടി. സോ ആ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾ ചെയ്യാനുള്ള പരമാവധി ചെയ്തു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതി ചെയ്തവരാരും പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, നിങ്ങൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവർ പോലും നിങ്ങളെ ഒറ്റപ്പെടുത്തി. ലോൺലിനെസ്, ഡീപ്പ് ലോൺലിനെസ് ആണ്. സോ നിങ്ങൾ നിർബന്ധിതരായി സറണ്ടറിങ് അല്ലാതെ വേറെ അല്ല. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ, പ്രകാശത്തിലേക്ക് വരണമെങ്കിൽ യു ഹാവ് ടു സറണ്ടർ. നിങ്ങൾ രാപകലമില്ലാതെ ഈശ്വരനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പയലാണ്. പ്രാർത്ഥന നിങ്ങൾ വിട്ടിട്ടില്ല. ഇത് നിങ്ങളുടെ നല്ലൊരു ക്വാളിറ്റിയാണ്. എനിക്ക് പെയിനാണ് ഈ പയൽ നമ്പർ 1 കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് പെയിനാണ് ഫീൽ ചെയ്യുന്നത്. ഡീപ്പ് സാഡ്നെസ് ആണ്, എക്സോസ്റ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. അതായത് നിങ്ങൾ ഇനി ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല. നിങ്ങൾ എല്ലാ തരത്തിലും രക്ഷപ്പെടാൻ മാർഗം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ആകെ കുരുങ്ങിക്കിടക്കുന്നൊരവസ്ഥ. ജസ്റ്റ് ജീവിക്കുന്നു, എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു. സമാധാനം എന്നൊന്നും ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല. എന്നും കണ്ണീർ, മീൻസ് തലയണ നനയുന്ന പോലെയാണ് നിങ്ങളുടെ കണ്ണീർ മീൻസ് കണ്ണീർ തോരാത്തൊരു ടൈം പോലും ഇല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ചിരിച്ചാണ് കാണിക്കുന്നത്. ഞാൻ ഈശ്വരൻ്റെ ഫ്രണ്ടിൽ നിലവിളിക്കാനാണ് തോന്നുന്നത്. മേ ബി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പം അമർത്തി നിലവിളിക്കുമായിരിക്കും. ഫെമിനൻ ആയിക്കോട്ടെ മാസ്കുലൻ, ഈ ഒരു എനർജി എനിക്ക് ഫീൽ ആണ്. നിങ്ങൾ തലയണ അമർത്തി കെട്ടിപ്പിടിച്ചിരിക്കണത് കരയുമായിരിക്കും. മീൻസ് നിങ്ങൾക്കൊരു ഹഗ് ചെയ്യാനൊരു വ്യക്തിയും ഇല്ല. ആ എനർജി ഒന്ന് തുറന്ന് സംസാരിക്കാൻ ആരുമില്ല. നിങ്ങൾക്ക് ആരോട് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കും. ഡീപ്പ് ഡാർക്ക്നെസ്, ചുറ്റും അന്ധകാരമുള്ള വെളിച്ചത്തിൽ ഒരു ഹോപ്പ് നഷ്ടപ്പെട്ടൊരു പയനാണ്. ഫെയ്ത്തും ട്രസ്റ്റും നിരന്തരം നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ കടന്നു പോകണം. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു നിങ്ങൾക്ക്, ബിക്കോസ് നിങ്ങളിവിടെ വന്നിരിക്കുന്ന യു കം ഹിയർ ടു ഫോർ സംതിങ് ബിഗ്. നിങ്ങൾ വലിയൊരു ലക്ഷ്യമായിട്ടാണ് ഈശ്വരൻ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഹെവി പൈലാണ്. നിലവിളിക്കാത്തൊരു സമയമല്ല. ചിലപ്പോൾ മാസ്കുലിൻ എനർജി ആയിക്കോട്ടെ, അവർ ആരില്ലാത്തപ്പോൾ ഒന്ന് ഉറക്കെ നിലവിളിക്കുക, അങ്ങനെ അലറുക. എനിക്ക് അലറുന്ന ഒരു സൗണ്ടാണ് ഞാൻ അലറുക. തക്കർന്ന് അടിഞ്ഞിരിക്കുക. തക്കറെന്ന് വെച്ചാൽ തക്കർന്ന് പെയിനാണ് എനിക്ക് ഫീൽ ആവുന്നൊരു എനർജി. സോ ഈ എനർജി ഓവറോൾ ഈ ഒരു പൈലിലെ ഇമേജിലെ എനർജി എനിക്കിതാണ് ഫീൽ ചെയ്ത്. ഹെവി എന്ന് വെച്ചാൽ ഹെവി കാർഡ്സ്, സോ മച്ച്. നമുക്ക് നോക്കാം. സോ സ്പിരിറ്റ് ഗൈഡ്സ്, സ്പിരിറ്റ് ടീം, നിങ്ങളുടെ സ്പിരിറ്റ് ടൈം ആൻഡ് സ്പിരിറ്റ് ടീം എന്താണ് നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കാൻ. നമ്മൾ ലോൺനെസ്സിനെ പറ്റി സംസാരിച്ചു. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലൊരു മേജർ എനർജി ചേഞ്ചസ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു എനർജി ഫ്ലിപ്പായി. സോ ഐസൊലേഷൻ, ദിസ് ഇസ് ദ പീരിയഡ് ഓഫ് ഐസൊലേഷൻ. സോ ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ലോൺലിനെസ് ഹിറ്റ് ആവുന്നത്. ആൻഡ് നിങ്ങളുടെ ഒരു വിഷ് എന്തായാലും പൂർണ്ണമാവും. അബണ്ടൻസിൻ്റെ ബ്ലോക്കേജ് ഒക്കെ ഉടനെ മാറാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് സംഭവം ഞാൻ ആദ്യത്തെ റീഡിങ് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. ബട്ട് എനിക്ക് ഗൈഡൻസ് വന്ന് ആദ്യം തൊട്ട് ഫയൽ നമ്പർ 1 റീഷൂട്ട് ചെയ്യാൻ, ഫയൽ ഉണ്ടാക്കി ചെയ്യാൻ. സോ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ഇത് ചെയ്യുന്നത്. ലേറ്റായിപ്പോയി. ബിക്കോസ് ഇത്രയും നാളും എനിക്കുണ്ടായിരുന്നൊരു തടസ്സത്തിൻ്റെ ഒരു പ്യൂരിഫയർ വെക്കാൻ ഒരാൾ വരുന്നുണ്ട്. ഇതുവരെ വന്നില്ല. 1 month ആയി. സോ ഇന്നാണ് അത് വന്ന്, പെട്ടെന്നായിരുന്നു ആ ഒരു. സോ വാട്ടർ ഈസ് ഓൾ അബൌട്ട് യുവർ ഇമോഷൻ. നിങ്ങൾ സ്റ്റക്നെസ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഫ്ലോയിലേക്ക് പോവാണ്. സോ ഈ ഒരു സറണ്ടർ നിങ്ങളോട് പറയുന്നത്, ഈ സ്റ്റക്ക് എനർജീനെ നിങ്ങൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്യുക. സോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെ ചെയ്യും. സോ എല്ലാം ഈശ്വരൻ്റെ ഗൈഡൻസ് പോലെ സംഭവിച്ചു. സോ വാട്ടർ ഈസ് ഓൾ അബൌട്ട് ഇമോഷൻ ആൻഡ് അബണ്ടൻസ്. സോ നിങ്ങളുടെ ലൈഫിൽ മണി ഫ്ലോ വരാൻ തുടങ്ങി. എന്തൊക്കെ ബ്ലോക്കേജ് ആണോ യു ഫീലിംഗ് ലൈക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനൊക്കെ സറണ്ടർ ചെയ്യുക. ഓക്കെ,
സോ പൈൽ നമ്പർ 1 ഈ കറണ്ട് സിറ്റുവേഷനിൽ വാട്ട് ദേ നീഡ് ടു സറണ്ടർ. കൺട്രോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ കൺട്രോളിനെ സറണ്ടർ ചെയ്യുക. സെക്കൻഡ് കാർഡ് ട്രാൻസ്ഫോർമേഷൻ, സറണ്ടർ ടു ദ ട്രാൻസ്ഫോർമേഷൻ. The dream, surrender your dream, surrender the comparison. The last card is innocence, surrender to your innocence. Bottom of the deck is ordinariness. Okay, so majorly നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ പറയുന്നത് കൺട്രോളാണ്. ലൈക്ക് നിങ്ങൾ ഫീൽ ആവുന്ന യു ആർ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻ യുവർ ലൈഫ്. Then gods are telling, your spirit guides are telling to surrender your transformation. Surrender to the transformation right now. നിങ്ങളുടെ ലൈഫിൽ മേജർ ട്രാൻസ്ഫോർമേഷൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു വന്ന് സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ഡ്രീമിനെ സറണ്ടർ ചെയ്യുക. ലവേഴ്സ് കാർഡാണ് എനിക്ക് ഫീൽ ആവുന്നത്. സോ ലൈക്ക് യുവർ ഹാർമോണിയസ് യൂണിയൻ, യുവർ ട്വിൻ ഫ്ലെയിം. സോ സറണ്ടർ യുവർ മാൻ ഓർ വുമൺ ടു ദ ഗോഡ്. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ആൻഡ് സറണ്ടർ ദ കമ്പാരിസൺ. സറണ്ടർ ദ കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക. കമ്പയർ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. Okay, number 5 and last card is surrender to your innocence. So surrender to your innocence എന്നാണ് എനിക്ക് ഉദ്ദേശിച്ചത്. അല്ലാതെ നിങ്ങളുടെ ആ ശുദ്ധിയിലേക്ക്, നിങ്ങളുടെ ആ എന്താ പറയുക, കുട്ടിത്തത്തിലേക്ക്, ആ നിങ്ങളുടെ ആ ഒരു ഇന്നോസെൻസിലേക്ക്, ആ ഇന്നോസെൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സോളിൻ്റെ എനർജിയിലേക്ക് സറണ്ടർ ചെയ്യുക. സോ ഓക്കെ, സോ മേജർ തീം കൺട്രോളിനെ സറണ്ടർ ചെയ്യുകയാണ്. സോ നിങ്ങൾ ലൈഫിൽ സോ എന്താണ് മേജർ നമ്മൾ കൺട്രോൾ നമ്മൾ എന്താണ് കൺട്രോളിലൂടെ ഏത് എനർജീസിനാണ് നിങ്ങൾ ലൈഫിൽ എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്? സോ സറണ്ടർ ചെയ്യാൻ പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന നേച്ചറിനെയാണ്. സോ ലൈഫിൽ എവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്? സോ പൈൽ നമ്പർ 1 ലൈഫിൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ആ കൺട്രോൾ എനർജി ലൈഫിൽ ഏത് എനർജിയിലേക്കാണ് കൂടുതൽ സറണ്ടർ ആവശ്യം? Spirit guys, spirit team, please pile number 1. The spirit team, show them what they need to surrender. ഈ ലൈഫിലെ ഏത് മേഖലയിലാണ് അവർ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്? 10 of Pentacles in your finance. You're controlling your finance. Maybe നിങ്ങളുടെ ഫാമിലി വളരെ കൺട്രോളിങ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യമാണ് നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ഉണ്ടായിരിക്കുന്നത്. മേ ബി നിങ്ങൾക്കൊരു ഫാമിലി കോർട്ട് ഇഷ്യൂ എന്തെങ്കിലും കാണും, സ്വത്ത് തർക്കം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നീതി കിട്ടുമോ അപ്പോൾ നിങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ഡിവൈൻ ഇറ്റ് ഹാൻഡിൽ. 10 of Pentacles എനർജിയാണ്. സോ നിങ്ങളുടെ ഫിസിക്കൽ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മാരേജ് റിലേറ്റഡ് കാര്യത്താണെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് കേസിന് പോയിക്കോണം. സോ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണ്. സോ സ്റ്റോപ്പ് കൺട്രോളിങ് ഇറ്റ്. ഇനി നമുക്ക് നോക്കാം മേജർ ട്രാൻസ്ഫോർമേഷൻ. യു ആർ ഗോയിങ് ത്രൂ എ ഡെത്ത്. Surrender to your death means surrender to your soul. Surrender to the dark night of the soul. Surrender, because that is the major changes you are going through. And dreams. The dream വെച്ചാൽ എവിടെയാണ്, എന്ത് ഡ്രീംസ് ആണ്? ഡ്രീം റിലേറ്റഡ് ടു ലവ് ആണോ, ഡിസയർ ആണോ, ഏതെങ്കിലും വിഷ് ആണോ, എന്തിനാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്? ഏത് ഡ്രീമിനെയാണ്, ലൈഫിൻ്റെ ഏത് ഡ്രീമിനെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുന്നത്? സറണ്ടർ. പൈൽ നമ്പർ 1 സറണ്ടർ സ്റ്റേജ് തന്നെയാണ്. ഇതാണ് സറണ്ടറിൽ അറ്റ്മോസ്റ്റ് കാർഡ്. റെസ്റ്റ് ആൻഡ് സറണ്ടർ ടു ദ ഡിവൈൻ. യെസ്, ആ വ്യക്തി ഇവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് മനസ്സിലായില്ലേ? റെസ്റ്റ് ചെയ്തുകൊണ്ട് വിത്ത് സറണ്ടർ. 4 of Swords. സോ സറണ്ടർ ടു യുവർ ഡ്രീംസ്. സറണ്ടർ ടു യുവർ ഡ്രീംസ്. സറണ്ടർ ടു ആൻഡ് കമ്പാരിസൺ. ലൈഫിൽ എവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ ചെയ്യുന്നത്? കമ്പാരിസൺ എവിടെയാണ്? കമ്പാരിസൺ പൈൽ നമ്പർ 1 ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കമ്പാരിസൺ എവിടെയാണ് ലൈഫിൽ ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യുന്നത്? ലൈഫിൽ ഏറ്റവും കൂടുതൽ കമ്പാരിസൺ പൈൽ നമ്പർ 1 എവിടെയാണ്? കമ്പാരിസൺ. ഏറ്റവും കൂടുതൽ കമ്പാരിസൺ. വാട്ട് ദേ ഹാവ് ടു സറണ്ടർ? വൈ ദേ ആർ കമ്പയറിങ്? High Priestess. Surrender to your intuition.
you're comparing black and white. You're comparing your ego and your intuition. Intuition ego തമ്മിലുള്ള കമ്പാരിസൺ ആണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. And surrender to innocence. So what is blocking to surrendering to your innocence? What is blocking you surrender to your innocence? Strength. You have to surrender your strength. എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്? നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ് നിങ്ങളുടെ ഇന്നോസെൻസിനെ ബ്ലോക്ക് ചെയ്യുന്നത്. സോ സംഹൗ നിങ്ങൾ in the bottom of the deck is 2 of Pentacles. What I'm saying, complete juggling energy. So you are trying to control your family life. So നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു സ്വപ്നം കണ്ടു, ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ, ബട്ട് നിങ്ങൾ ആ പ്രതീക്ഷ പോലല്ല നിങ്ങൾക്കിപ്പം ലൈഫിൽ നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ, നിങ്ങൾ കല്യാണം കഴിഞ്ഞുകൊണ്ട് പോയ വീടാണെങ്കിലും നിങ്ങളിനി സിംഗിൾ പേഴ്സൺ ആണ്. വിത്തിൻ ഫാമിലി ആയാലും മേജർ പ്രശ്നം വെച്ചാൽ കൺട്രോളിങ് ആണ്. എനിക്ക് ഫീൽ ആവുന്ന എനർജി വളരെ വളരെയധികം കൺട്രോളിങ്. ഫാമിലി നിങ്ങളെ കൺട്രോൾ ചെയ്യായിരിക്കും, നിങ്ങൾ ഫാമിലിയെ കൺട്രോൾ ചെയ്യായിരിക്കും. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, lack of stability. So someone in your life try to control you and നിങ്ങൾ തിരിച്ചവരെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പുറത്തൊന്നും തെറ്റില്ല, അവരാണ് മാറേണ്ടത്. സോ ഇറ്റ്സ് ലൈക്ക് ഫാമിലി, ബിക്കോസ് കൺട്രോളിൻ്റെ കൂടെ ഫാമിലി കാർഡാണ് വന്നത്, 10 of Pentaclesൻ്റെ കാർഡാണ് വന്നത്. സോ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ അവരുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ, സോ എന്തുകൊണ്ടാണ് ഈ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തത്? സോ സംഹൗ നമുക്ക് ഇങ്ങനെ നോക്കാം, ലൈക്ക് ഫാമിലി കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയാം, നിങ്ങൾ കൺട്രോളാണ് സറണ്ടർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഫാമിലി കൺട്രോൾ ചെയ്യുന്ന ഫാമിലി നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പിലോ പോലെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ബിസിനസ് പാർട്ട്ണർ കിട്ടിയത്? ഇനി നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വരുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സും നിങ്ങളെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചോ. സോ കറക്റ്റ് ടൈമിൽ അവർ നിങ്ങൾക്ക് പൈസ അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് തന്നെ നിങ്ങൾ ബിസിനസ് ഡീൽ ചെയ്യുമ്പം കറക്റ്റ് സമയത്ത് അവർ നിങ്ങൾക്ക് പൈസ തരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് മേഖലയിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, കൊളീഗ്സ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, ഈവൻ ഏത് പാർട്ട്ണർഷിപ്പിലായാലും നിങ്ങൾക്ക് കൺട്രോൾ അനുഭവപ്പെടാനുള്ള കാരണം ബിക്കോസ് യു ആർ കൺട്രോളിങ് യുവർ സോൾ. സംവെയർ യു ആർ കൺട്രോളിങ് യുവർ സോൾ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് സറണ്ടർ ചെയ്യുക. ഈഗോ ആണ് കൺട്രോൾ ചെയ്യാനാകുക. ഈഗോ ആണ് എല്ലാം അറിയണം, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എവിടുന്ന്. സോ ഞാൻ വീണ്ടും ആ സ്റ്റോറി ഒന്നുകൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ലൈക്ക് നമുക്കെതിരെ ഒരു ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നാവുന്ന ഇൻസിഡൻസ്, നമുക്കുണ്ടാവുന്ന സങ്കടങ്ങൾക്ക് നമുക്ക് അതിനൊരു ആൻസർ കാണില്ല. സോ പിന്നീട് നമ്മൾ വീണ്ടും ലൈക്ക് ബുദ്ധൻ്റെ പറഞ്ഞ ഒരു കഥ ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ കഴിഞ്ഞ റീഡിങ്ങിലും പറഞ്ഞിരുന്നു, സെയിം റീഡിങ് ഇത് തന്നെയാണ് പറയുന്നത്. സഫറിങ് ഈസ് എ ചോയ്സ്. സോ ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താ പറയുക, അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ലെസൺസ് പഠിക്കാൻ വേണ്ടി. ബട്ട് സെക്കൻഡ് ടൈം ഈ ഒരു പാറ്റേൺ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ അരങ്ങേറുവാണെങ്കിൽ ഇറ്റ്സ് മീൻസ് സംവെയർ യു ആർ ചൂസിങ് ദാറ്റ് സഫറിങ്. അതെ, സംവെയർ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ആ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ നിങ്ങളുടെ ലൈഫിൽ സോ ആ ബുദ്ധൻ്റെ കഥ ഇങ്ങനെയാണ്. സോ നമ്മുടെ ഇപ്പോൾ ഒരു അമ്പ് ചെയ്ത് നമ്മുടെ കാലിൽ കൊണ്ട് ആ മുറിവ്. സോ നമ്മുടെ ഈഗോ മൈൻഡിനാണ് അറിയേണ്ടത് നമ്മുടെ ഏറ്റവും ബെറ്റർമെൻറ്റിന് ഏതാണ് നല്ലത്. അമ്പ് വന്നു കൊണ്ടു, ആ അമ്പിനെ എത്രയും പെട്ടെന്ന് മാറ്റുക, അടുത്തുള്ള വൈദ്യശാലയിൽ പോയി അതിനുള്ള ചികിത്സ ചെയ്യുക. അല്ലാതെ നമ്മൾ എവിടെ നിന്നാണ് അമ്പ് വന്നത്, ആരാണ് അമ്പ് ചെയ്തത്, ഇത്രയും പേര് നിന്നിട്ട് എനിക്ക് മാത്രം എന്തിനാണ് അമ്പ് കൊണ്ടത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവൻ ചെയ്തതല്ലേ, പിന്നെ എനിക്ക് എന്തിനു വന്നു എന്ന് നിങ്ങൾ എത്രത്തോളം എവിടുന്ന് വന്നു ആ ചോദ്യത്തിൽ സ്റ്റക്കായിരിക്കുന്നോ അതിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം അവിടെ ഉണ്ടായിരുന്ന ഹീലിംഗ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാണ് പോകുന്നത്. സോ ആ മുറിവ്, ആ സമയം നിങ്ങൾ അത്രയും ചോദിച്ച അല്ലെങ്കിൽ നിങ്ങൾ അഴിച്ച സമയം എന്തിനിങ്ങനെ സംഭവിച്ചു, എന്തിനാണെന്നുള്ള ചോദ്യത്തിൻ്റെ പുറകിൽ പോകുന്ന ആ സമയം മതി ആ ഒരു മുറിവ് ഹീലാകപ്പെടാൻ. അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് മുന്നേറാൻ ആ ഒരു ടൈം പീരീഡ് മതി. ബട്ട് ആ ടൈം പീരീഡ് നിങ്ങൾ എവിടെയാണ് വേസ്റ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് വന്നത്, ഞാനൊന്നും തെറ്റു, മീൻസ് ഈഗോ ആണ് ആ ഒരു ടൈപ്പ്. ബിക്കോസ്
ഇറ്റ് ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. നമുക്ക് എല്ലാ കാര്യം നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ചില കാര്യം ഇറ്റ്സ് അപ് ടു ഡിവൈൻ ടൈമിംഗ് അല്ല പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് ഇൻ ദ സെൻസ് നിങ്ങളുടെ വൈബ്രേഷൻ അനുസരിച്ചാണ് ഡിവൈൻ നിങ്ങൾക്ക് തരുന്നത്. സോ ഇറ്റ്സ് ഇൻസൈഡ് യു. നിങ്ങൾക്കാണ് ലൈഫിൽ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് സറണ്ടർ എന്നല്ലാതെ വേറൊരു ചോയ്സും ഈശ്വരൻ നിങ്ങളുടെ മുൻപിൽ ഇട്ടിട്ടില്ല. ബിക്കോസ് നിങ്ങളെ സറണ്ടർ ചെയ്യിപ്പിക്കുക. ലൈക്ക് ദർ ഇസ് നോ ചോയ്സ് റാദർ ദാൻ സറണ്ടറിങ് യുവർ സഫറിങ്, റാദർ ദാൻ സറണ്ടറിങ് യുവർ തോട്ട്സ്, ഇമോഷൻ ഓർ സറണ്ടറിങ്. ആ കൺട്രോളിൻ്റെ മീൻസ് അത് ഭയങ്കരമായിട്ട് നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ എവിടെയോ റോബോട്ടിക് ആയിട്ട് മാറി. ലൈക്ക് ഒരു യന്ത്രം പോലെ നിങ്ങൾ ഇങ്ങനെ എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So there is no awareness, there is no connection within yourself, there is no awareness of your emotion. നിങ്ങളുടെ ഇമോഷൻ എന്താണ് നിങ്ങളോട് പറയുന്നല്ല, അതിലൊരു അവയർനെസ് ഇല്ല. നിങ്ങൾക്ക് എന്താണല്ലോ ആഗ്രഹം എന്നുള്ള അവയർനെസ് ഇല്ലാണ്ട് പോയി. സോ സംഭവം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാണ്. മൈൻഡും സോളും തമ്മിലുള്ള ജഗ്ലിങ്ങിൽ തന്നെയാണ്. സോ അതിനെയാണ് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്ന പൈൽ നമ്പർ 1. ആൻഡ് മേജർലി നിങ്ങൾക്ക് എന്തിലേക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്യുക. സംഭവം നമുക്ക് കൺട്രോൾ ആൻഡ് മുന്നേ ചേഞ്ചിൻ്റെ എന്തൊരു കാർഡ് വന്നെന്നൊരു ഓർമ്മ എനിക്ക് അത്രയും വരുന്നില്ല. സോ സംഭവം യു ആർ റെസിസ്റ്റൻറ്റ് ടു ദ ചേഞ്ച്. സംഭവം ഈഗോ ഡെത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇതാണ് മേജർ ട്രാൻസ്ഫോർമേഷൻ വെച്ചാൽ you are going to a spiritual ego death. So you are moving through your dark night of the soul, the dark night of your ego, because your ego is dying day by day. നിങ്ങളുടെ ഈഗോ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് that's why it's feeling out of control. നിങ്ങളുടെ ഈഗോ ഡെത്ത് സംഭവിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്മേൽ കൺട്രോൾ ഇല്ല എന്നൊരു മിഥ്യാധാരണ വരുന്നത്. ബിക്കോസ് നമുക്ക് ചോയ്സ് ചെയ്യാൻ പറ്റും. ചോയ്സിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ചോയ്സിനെ ബേസ് ചെയ്താണ് നമുക്ക് ഫ്യൂച്ചറിലൊരു റിസൾട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഫ്യൂച്ചറിനെ ബെറ്റർ ആക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ചോയ്സിനെ കറക്റ്റ് ആക്കേണ്ടത്. സോ പാസ്റ്റിലെ ചോയ്സസിൻ്റെ ആകെത്തുകയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇനി ഈ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണമെങ്കിൽ യു ഹാവ് ടു മേക്ക് എ ഡിഫറെൻറ്റ് ചോയ്സ്. സോ നിങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ള ചോയ്സിൽ നിന്നൊരു ഡിഫറെൻറ്റ് ചോയ്സ് എടുത്താൽ മാത്രമേ ആ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ബെറ്റർമെൻറ്റ് ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യു ആർ മൂവിങ് ടു എ മേജർ ട്രാൻസ്ഫോർമേഷൻ. മേ ബി ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് ഈഗോ. ജോബിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ലൈക്ക് ജോബ് കരിയർ ചേഞ്ച് ആൻഡ് റിലേഷൻഷിപ്പ് ചേഞ്ച്, മാരിറ്റൽ സ്റ്റാറ്റസ് ചേഞ്ച്, റീലൊക്കേഷൻ ചെയ്യുക. നിങ്ങൾ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ജോലി ചെയ്യാനാണ് താല്പര്യം. പക്ഷെ സംഭവം എവ്രി വൺ നിങ്ങളോട് പറയുന്നത് മൂവ് ടു അബ്രോഡ്. മേ ബി നിങ്ങളുടെ ഡ്രീം ആവാം. അങ്ങനെയും ഒരു ട്രാൻസ്ഫോർമേഷനിൽ കടന്നു പോകാം. മീൻസ് നിങ്ങൾ ആഗ്രഹിച്ചൊരു തലത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ല ഇത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. യാദർച്ഛികമായൊരു ട്രാൻസ്ഫോർമേഷൻ. ബിക്കോസ് നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി നിങ്ങളുടെ സോളാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചൂസ് ചെയ്തത്. സോ അതുകൊണ്ടാണ് നിങ്ങൾ കരഞ്ഞാണെങ്കിൽ പോലും യു ഹാവ് ടു സറണ്ടർ ടു യുവർ സോൾ, സറണ്ടർ ടു യുവർ പരമാത്മൻ വിത്തിൻ യു. ദർ ഈസ് നോ ചോയ്സ്. ഒരു ചോയ്സും ഈശ്വരൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടില്ല. യു ഹാവ് ടു സറണ്ടർ. അതർവൈസ് അതാണ് നിങ്ങൾക്ക് ഏറ്റവും പെയിന് കാരണം. ബിക്കോസ് ഈ ഒരു ഡെത്ത് കാരണമാണ് നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ, ലൈഫിൽ ലാക്ക് ഓഫ് കൺട്രോൾ, ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല എന്നൊരു ഫീൽ വരുന്നത് എന്താണ്? ബിക്കോസ് യു ആർ ഗോയിങ് ടു എ മേജർ ട്രാൻസ്ഫോർമേഷൻ ഇൻ യുവർ ലൈഫ്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഡെത്ത് ഓഫ് യുവർ ഈഗോ, ഡെത്ത് ഓഫ് യുവർ ഫോൾസ് ഐഡൻറ്റിറ്റി. വാട്ട് എവർ യുവർ ഫീലിംഗ് ഇസ് യുവർ ഐഡൻറ്റിറ്റി. ലൈക്ക് സോ കോൾഡ് ഫോൾസ് ഐഡൻറ്റിറ്റി മരിക്കുന്നതാണ്. അതിന് പേടി, ലാക്ക് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് എവ്രിബഡി ഈസ് കൺട്രോളിങ് മീ, എല്ലാവരും എന്നെ കൺട്രോൾ ചെയ്യാൻ. ബട്ട് ദ ട്രൂത്ത് ഈസ് നിങ്ങളാണ് നിങ്ങളെ സോളിനെ കൺട്രോൾ ചെയ്യുന്നത്. സംഹൗ നിങ്ങൾ അവരെ അലൗ ചെയ്യുന്നതുകൊണ്ടാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. സോ പുട്ട് എ സ്ട്രോങ് ബൗണ്ടറി ഓർ ആസ്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? സോ സറണ്ടർ ടു യുവർ സോൾ ബിക്കോസ് യു ഹാവ് ടു സറണ്ടർ. ബിക്കോസ് സറണ്ടർ മീൻസ് ബിക്കോസ് സറണ്ടറിങ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഫോർ യുവർ സെൽഫ്. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക്
നിങ്ങൾക്ക് കാരണം ആ ഒരു പെയിൻ ബിയറബിൾ, നിങ്ങൾക്ക് താങ്ങുന്നതിനേൽ ഉപരിയായി, മീൻസ് അതിൻ്റെ മലയാളം പറഞ്ഞത് ഞാൻ കറക്റ്റാണോന്ന് അറിയത്തില്ല, ക്ഷമിക്കുക. പക്ഷെ നിങ്ങൾ ആ ഒരു പെയിൻ ആയിക്കോട്ടെ, ആ ഒരു സഫറിങ് ആയിക്കോട്ടെ, ആ ഒരു ആങ്കർ, ഫ്രസ്ട്രേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് താങ്ങുന്നതിനേൽ ഉപരിയായി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ താങ്ങാൻ പറ്റത്തില്ല. സോ ദ ലാസ്റ്റ് സ്റ്റേജ് ആണ് സറണ്ടർ. Just surrender to your highest soul, surrender to your highest good, ബിക്കോസ് ഈ സറണ്ടർ അത്യന്താപേക്ഷിതമാണ്. അഥവാ നിങ്ങൾക്ക് നിങ്ങൾ പൈൽ നമ്പർ പറഞ്ഞ ഇങ്ങനെയല്ലല്ലോ എൻ്റെ ലൈഫ്, മേ ബി വരും ദിവസങ്ങൾ ഈ ഒരു എനർജിയിലൂടെ കടന്നു പോകാം. ആൻഡ് പ്ലീസ് ദിസ് ഈസ് എ കളക്റ്റീവ്. സോ പ്ലീസ് നിങ്ങൾക്ക് വേണ്ട എനർജീനെ മാത്രം ക്ലെയിം ചെയ്യുക, വേണ്ടാത്ത എനർജീനെ ജസ്റ്റ് ഡിസ്കാർഡ് ചെയ്യുക. ആൻഡ് പ്ലീസ് കമൻറ്റ് ചെയ്യുക, ഐ ചൂസ് ടു സറണ്ടർ ടു മൈ സോൾ, ഐ ചൂസ് ടു സറണ്ടർ ടു ഗോഡ്, I choose to surrender to my God wish. I choose to surrender to the divine self. I choose to let go of controlling my life. I choose to let go controlling my soul. Okay? And ഈ തേർഡ് കാർഡ് പറയുന്നത് എന്താണ്? ഡ്രീമിനെ സറണ്ടർ ചെയ്യുക. ബിക്കോസ് ഈ പൈൽ നമ്പർ 1 ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ പീരീഡിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം. നോ, ഇറ്റ്സ് നോട്ട് എ സെപ്പറേഷൻ പീരീഡ്, ഇറ്റ്സ് എ പ്രിപ്പറേഷൻ പീരീഡ് ഫോർ യുവർ റീയൂണിയൻ. ലുക്ക്, ആ പെൺകുട്ടിയുടെ ലൈക്ക് കണ്ടിന്യൂസ് തോട്ട്സ് ആണ്. ഷീ ഈസ് ഡ്രീമിങ് അബൌട്ട് ദെയർ ലവ്. സോ നമ്പർ 6 ആണ്. സോ ഐ എം ഫീലിംഗ് ദ ലവേഴ്സ് കാർഡ്. എനിക്ക് നമ്മുടെ ട്രഡീഷണൽ ടാലോറുള്ള ലവേഴ്സ് കാർഡാണ് ഫീൽ ആവുന്ന ഒരു എനർജി. സോ നിങ്ങളുടെ ഡ്രീമാണ് യുവർ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോബ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള ലവ് മാരേജ്, വാട്ട് എവർ മേ ബി ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയാണ് വരുന്നത്. സോ അതാണ് നിങ്ങളുടെ ഡ്രീം. വാട്ട് എവർ യുവർ ഡ്രീം ഇസ്, യു ഹാവ് ടു സറണ്ടർ ടു യുവർ ഡ്രീം. ബിക്കോസ് ഈ ഒരു വ്യക്തിയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഈ ഒരു വിൻഡോയിലൂടെ 2 പേഴ്സണെ സ്ട്രീം ചെയ്യുകയാണ്. സോ ഇവിടെയും ഇതൊരു ഫെമിനൻ എനർജി, അവളുടെ മാസ്കുലിനും ഫെമിനൻ്റെ റീയൂണിയൻ ആണെങ്കിൽ ഇവിടെ ഒരു മാസ്കുലൻ അവളുടെ ഫെമിനനെ കണ്ടുമുട്ടും. ലൈക്ക് അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഈ വാർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ എൻ്റെ ഫെമിനനെ കാണാൻ പോകുന്നത്, ആ ഒരു എനർജിയിലേക്കാണ് പോകുന്നത്. സോ സറണ്ടർ, റെസ്റ്റ് ആൻഡ് റെസ്റ്റ് ആൻഡ് റീജുവനേറ്റ് യുവർ സെൽഫ്. ബിക്കോസ് നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്. എനിക്ക് ഫീലിംഗ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലൈക്ക് ഐ എം ഫീലിംഗ് വെരി ഡ്രൗസി ആൻഡ് ഡിസീനസ്. ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണം, തല കറങ്ങുന്ന പോലൊരു ഫീലിംഗ്, എനിക്ക് ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ, എനിക്ക് റീഡിങ് ചെയ്യാനൊരു എനർജി വരുന്നില്ല. അത് സംഹൗ യുവർ സ്പിരിറ്റ് ഗൈഡ് ഈസ് പുഷിങ് മീ സംഹൗ. അതെ, ഞാൻ ഭയങ്കരമായിട്ട്, സോ ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രോകാസ്റ്റിനേറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. നാളെ ചെയ്യാം, അല്ലെങ്കിൽ ഇന്നത് കൊണ്ടാണ്. പെർഫെക്ഷനിസം എന്ന് പറയുന്നൊരു മാരക രോഗം, മീൻസ് പെർഫെക്ഷൻ ഒരു അസുഖമാണ്. ദർ ഈസ് നത്തിങ് കാൾഡ് പെർഫെക്റ്റ്. വി ഹാവ് ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. ദർ ഈസ് നത്തിങ് കാൾഡ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഇംപെർഫെക്ഷൻ എല്ലാം പെർഫെക്ഷൻ. സോ ദർ ഈസ് നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ്. സോ നിങ്ങൾ എങ്ങനെയാണോ അക്സെപ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ ആ പെർഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തത്. സോ നിങ്ങൾ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം. റിലേഷൻഷിപ്പ് ആയാലും പെർഫെക്റ്റ് ആയിരിക്കണം, എന്ത് തന്നെ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാം പെർഫെക്റ്റ് കൊണ്ട് നോക്കുന്ന ബേർഡൻ, ഹെവി ബേർഡൻ. നിങ്ങൾ അതുകൊണ്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ മറന്നു. ജോബിലായാലും നിങ്ങൾ പെർഫെക്ഷനിസം നോക്കി ബാക്കിയുള്ളൊരു 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി നിങ്ങളൊരു 20 ദിവസം കൊണ്ടായിരിക്കും, 10 days എക്സ്ട്രാ. സോ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓവർ വർക്കഹോളിക് ആയിട്ടുള്ള പൈലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഓവർ വർക്ക്. അതൊരു അസുഖമാണ് കേട്ടോ. നമ്മൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ബിക്കോസ് 24/7 ഈ 24 hour ഈശ്വരൻ നമ്മൾക്ക് എല്ലാവർക്കും തുല്യമായാണ് വീതിച്ചേക്കുന്നത്. സോ നൗ ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. നിങ്ങൾ എത്ര സമയമാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾ എത്ര സമയമാണ് നിങ്ങൾ ആ ഈശ്വരന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് കുറച്ച് നിങ്ങൾ ജോബിന് മാറ്റി വെച്ചു, പിന്നെ നിങ്ങളുടെ ഫാമിലിക്ക് മാറ്റി വെച്ചു, നിങ്ങളുടെ ലവേഴ്സിനെ മാറ്റി വെച്ചു, ഫ്രണ്ട്സിനെ മാറ്റി വെച്ചു. ആൻഡ് വാട്ട് ലെഫ്റ്റ്? നിങ്ങൾക്ക് എന്താണ് ആ സമയം? നിങ്ങൾ ആ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് ഈശ്വരൻ തന്ന ഈ ഒരു 24 മണിക്കൂർ, നിങ്ങളുടെ ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ ഓരോരുത്തവരുടെ കയ്യിലുള്ളൂ. നാളെ എന്തെന്നുള്ളത് നമുക്ക് അറിയില്ല. നാളെ നമ്മൾക്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും നമുക്കറിയാം. ജസ്റ്റ് ഒരു വിശ്വാസമാണ്. സോ ഈ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും, നിങ്ങളെ എത്രത്തോളം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു, എത്രത്തോളം നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു ദാറ്റ് ഐ ലവ് യു.
നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോടോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോടോ കുട്ടികളോടോ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ കൊലീഗ്സിനോടോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ദാറ്റ് ഐ ലവ് യു, ഐ അക്സെപ്റ്റിംഗ് യു. നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ പോവാണ് അക്സെപ്റ്റ് മീ എന്ന് പറഞ്ഞു. ബിക്കോസ് യു ആർ നോട്ട് ഫീലിംഗ് വെർതി ഓഫ് ലവ്, വെർതി ഓഫ് യുവർ ടൈം, വെർതി ഓഫ് എനിത്തിങ്. നിങ്ങൾക്ക് ഭയങ്കര ഡീപ്പ് അൺവർദിനെസ് ഫീലിംഗ് ഉണ്ട്. ആൻഡ് യു ആർ കമ്പയറിങ് യുവർ ഇൻറ്റ്യൂഷൻ വിത്ത് ദ ഈഗോ. സോ സംഹൗ നിങ്ങൾക്ക് ഡൗട്ട് വരുവാണ്, ലൈക്ക് ഇത് നിങ്ങളുടെ ഈഗോ ആണെങ്കിൽ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആണ് എന്ന്. ഞാൻ ഒരു എക്സാമ്പിൾ പോലെ, ബിക്കോസ് ബാംബുവിൻ്റെ വളർച്ച ലൈക്ക് സോ ബാംബു, ചൈനീസ് ബാംബുവിൻ്റെ സ്റ്റോറി ഞാൻ മുന്നേ പറഞ്ഞു. ചൈനീസ് ബാംബു എന്താ പറയുക, ചൈനീസ് ബാംബു ബാക്കിയുള്ള ട്രീനെ പോലെ അല്ല വളരുന്നത്. ബാക്കിയുള്ള ട്രീ ഒക്കെ പെട്ടെന്ന് കിളിച്ച് 2-3 വർഷത്തിനുള്ളിൽ അത് കായ്ച്ച്, അല്ലെങ്കിൽ 3 വർഷം 4 വർഷം 5 വർഷം ഒരു 10 വർഷം അങ്ങനെ ആയിരിക്കും. പക്ഷെ ബാംബുവിൻ്റെ വളർച്ച, ബാംബു ട്രീ, ചൈനീസ് ബാംബുവിൻ്റെ വളർച്ച എന്ന് വെച്ചാൽ അത് ആദ്യത്തെ 3, 4, 5 വർഷം അതിൻ്റെ റൂട്ടിനെ, അതിൻ്റെ വേരിനെ ഉറപ്പിക്കാൻ തന്നെ അത് അത്ര എടുക്കാണ്. അപ്പം നമ്മൾ വാഴ വേറെ എന്തെങ്കിലുമൊക്കെ നടുവാണെങ്കിൽ അത് ആ സമയത്ത് കൊലച്ച് അതിൻ്റെ വേറൊരു ജനറേഷന് വന്ന് കാണുമായിരിക്കും. മാവൊക്കെ നല്ല സമയം, അതായത് വലിയ വൃക്ഷം വളരാൻ എപ്പോഴും സമയമെടുക്കും, ചെറിയ വൃക്ഷങ്ങൾ പോലെ. സോ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, അതിനെയൊക്കെ ബിൽഡ് ചെയ്യുന്ന, നിങ്ങളുടെ ലെഗസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ വളരെ സ്ട്രോങ് ആയിരിക്കും. സോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ആരാന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ മറ്റുള്ള ചെടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ബാംബുവിനെ പോലെ നിങ്ങളെ വളർച്ച ആദ്യത്തെ കുറേ വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ്. ഇനി നിങ്ങളുടെ കരിയർ ചേഞ്ച് പെട്ടെന്നുണ്ടായി, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഉള്ള ഫ്രണ്ട്സൊക്കെ സെറ്റിലായി, അവർക്ക് കല്യാണം കഴിഞ്ഞു, അവർക്ക് എന്താ പറയുക നല്ല ജോലിയായി, ഇനി അവരുടെ ലൈഫിൽ അടിച്ചു പൊളിക്കാൻ. സോ ലുക്ക് വിതിൻ, നിങ്ങൾക്കുള്ള അവയർനെസ് അവർക്കുണ്ടോ? അവർ സംഭവ ഇപ്പോഴും ഈഗോയിസ്റ്റിക് മൈൻഡിൽ ലൈക്ക് സെറ്റിലിംഗ് ഡൗൺ മീൻസ് എന്ന് വെച്ചാൽ നല്ലൊരു ജോലി കിട്ടി, നല്ലൊരാളെ കല്യാണം കഴിച്ചു, ഇതാണ് സെറ്റിലിംഗ് ഡൗൺ. ബട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം? ബിക്കോസ് യു ഫൗണ്ട് യുവർ ട്രൂ ലവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ലവിനെ നിങ്ങൾ ആരാന്ന് മനസ്സിലായി, നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്തു, നിങ്ങൾ ഈശ്വരൻ എന്ന ജേർണിയിലേക്ക്. സോ നിങ്ങളിവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്പിരിച്വൽ ആധ്യാത്മികമായ ആഗ്രഹങ്ങൾ രണ്ടിൻ്റെ കൂടെ ബാലൻസ് ചെയ്യാനാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ആൻഡ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. നിങ്ങളിവിടെ സ്റ്റോപ്പ് കമ്പയർ ചെയ്യുന്നത് സറണ്ടർ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വളരെ കൂടുതൽ കമ്പയർ ചെയ്യുന്നുണ്ട്. യു കാൻ കമ്പയർ എ ഡയമണ്ട് വിത്ത് എ സിൽവർ, ബിക്കോസ് രണ്ടിനും അതിൻ്റെതായ മഹത്വമുണ്ട്. നമുക്ക് ഓക്കെ പ്ലാറ്റിനം സിൽവർ കണ്ട സെയിം ആണ് അല്ലേ, സിൽവർട്ടിക് ഒരു ടൈപ്പ് അല്ലേ പ്ലാറ്റിനം കാണാൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. സോ എന്തെങ്കിലും കമ്പാരിസൺ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. സോ സംഭവം നമ്മളത് അത് സിൽവറിന്, അപ്പോൾ ഒരാൾ എന്ന് പറയാം സിൽവറിന് അങ്ങനെ ഇങ്ങനെ കേട്ടോ, സിൽവറിന് വേറൊരു കളറാണ്. ബട്ട് ഞാനിങ്ങനെ പറയാം, അല്ലെങ്കിൽ ബ്ലാക്ക് എന്തോ നമുക്കൊരു പ്ലാറ്റിനത്തിന് തന്നെ ഒരു മെറ്റാലിക് ഷെയ്ഡിലുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ മെറ്റാലിക് ആയിട്ടുള്ള ജ്വല്ലറി പ്ലാറ്റിനം സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മീൻസ് അപ്പോൾ നിങ്ങൾ പറയില്ലേ ഇതെന്ത് കമ്പാരിസണാണ് നിങ്ങൾ ചെയ്യുന്നത്, അറിവില്ലേ പ്ലാറ്റിനം എത്ര പ്രിഷ്യസ് ആയിട്ടുള്ള മെറ്റലാണ്, അതുപോലെ ഒരു ഡയമണ്ടും സാധാ കല്ലും വെച്ച് ഞാൻ നിങ്ങളെ താരതമ്യം, നിങ്ങളിപ്പോൾ പറയില്ലേ എനിക്ക് വട്ടാണ്, ഡയമണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ആ സാധാ കല്ല് വെച്ച് എന്താ പറയുക കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ മണ്ടിയാന്ന് പറയില്ലേ. ഇനി സൂര്യനെ ഇവിടെയുള്ള സോളാർ ലൈറ്റുമായിട്ട് സോളാർ ലാമ്പുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾക്ക് ദേഷ്യം വരില്ല. സോ അതുപോലാണ് ഈശ്വരന് ദേഷ്യം വരുന്നത്. നിങ്ങളെന്ന വ്യക്തികളെ നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത്. ബിക്കോസ് എവ്രി വൺ ഹാസ് ദെയർ ഓൺ യുണീക്ക് നേച്ചർ ഇൻ ദെയർ ലൈഫ്. ബിക്കോസ് എവ്രി വൺ ഈസ് ദെയർ ഓൺ ജേർണി, അവർ അവരുടെ ജേർണിയിലാണുള്ളത്. സോ ദർ ഈസ് ലൈക്ക് സോ അവിടെ ഒരു കമ്പാരിസൺ ഇറ്റ്സ് എ ഫൂളിഷ്നെസ്. ഈഗോ ആണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ നിങ്ങളുടെ ലെഗസിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ലവ് സ്റ്റോറി ഇറ്റ്സ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. ആ ലവ് സ്റ്റോറി കണ്ട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ വരണം, സൊസൈറ്റിയിൽ ചിലപ്പോൾ ചേഞ്ചസിന് വേണ്ടി. സോ ഇറ്റ്സ് ടേക്ക് ടൈം സോ ലൈക്ക് ബിരിയാണി ഉണ്ടാവാൻ എത്ര ടൈമാണ് എടുക്കുന്നത്, ആ ദം പൊട്ടിക്കുക, ആ അത്രയും മണിക്കൂറുള്ള പേഷ്യൻസ്, ട്രസ്റ്റ്, ഫെയ്ത്ത് ആയിരിക്കും ഈശ്വരൻ ബിൽഡ് ചെയ്യുന്നത്. ഈ കമ്പാരിസൺ നിങ്ങളുടെ ട്രസ്റ്റ് ഈഗോനെയും നിങ്ങളുടെ സംടൈം നിങ്ങൾ ഈഗോ ആണോ പറയുന്നത്, മൈൻഡാണോ പറയുന്നത്, സോറി ഈഗോ മൈൻഡ് സെയിം ആണ്, ഈഗോ ആണോ പറയുന്നത്, സോളും തമ്മിലുള്ള ഒരു ജഗ്ലിങ്ങിലാണ്. സോ യു ആർ വെരി ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ, യു നോ, നിങ്ങൾക്ക് അറിയാം, ബട്ട് യു ആർ നോട്ട് ട്രസ്റ്റിംഗ് യുവർ സെൽഫ്. So what you need to surrender to your intuition.
കമ്പാരിസൺ ഒഴിവാക്കണമെങ്കിൽ യു ഹാവ് ടു സറണ്ടർ ടു യുവർ ഇൻറ്റ്യൂഷൻ ആൻഡ് ടാപ്പിംഗ് ഇൻ ടു യുവർ ഇൻറ്റ്യൂട്ടീവ് പവർ. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കും. ആൻഡ് ലാസ്റ്റ് കാർഡ് ഇസ് ദ സറണ്ടർ ടു യുവർ ഇന്നോസെൻസ്. ആൻഡ് ഈ ഇന്നോസെൻസ് സറണ്ടർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗെയിൻ ദ സ്ട്രെങ്ത്. മേ ബി നിങ്ങളുടെ വിചാരം ഇന്നസെൻ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാവമായിക്കഴിഞ്ഞാൽ എല്ലാവരും, ബിക്കോസ് എല്ലാവരുടെ തെറ്റിദ്ധാരണയാണ് പാവമായിക്കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ നിന്നെ പറ്റിച്ചോണ്ട് പോകാൻ. അത് ആ പറ്റിക്കപ്പെടുന്നവരുടെ മിടുക്കല്ല, നിങ്ങൾ പറ്റിക്കപ്പെടാൻ അനുവദിച്ചിട്ടാണ് അവർ നിങ്ങളെ പറ്റിക്കുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ ഒരു അവസരം നിങ്ങളെ കൊടുക്കുന്നത്. നിങ്ങൾ പുറത്തുനിന്ന് ഒരാൾ നിങ്ങളെ വന്ന് പറ്റിക്കാത്ത എന്തുകൊണ്ട്, കൂടുതലും നിങ്ങൾ പറ്റിക്കപ്പെട്ടത് നിങ്ങൾക്ക് അടുത്തറിയുന്ന ആളുകളാണ്. മേ ബി ഫാമിലി മെമ്പർ, അല്ലെങ്കിൽ സിബ്ലിംഗ്, അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് നിങ്ങളെ പറ്റിക്കപ്പെട്ടത്. ബിക്കോസ് നിങ്ങൾ അവരെ അനുവദിക്കുന്നുകൊണ്ടാണ്. അത് നിങ്ങളുടെ സ്ട്രെങ്ത് ഇല്ലായ്മയല്ല, അത് നിങ്ങളുടെ സ്നേഹമാണെന്ന് അവർക്ക് മനസ്സിലാക്കാം. സോ നിങ്ങൾ സറണ്ടർ ടു യുവർ ഇന്നോസെൻറ്റ് ബാക്ക്. സംഹൗ നിങ്ങൾ നിങ്ങളുടെ ചാംനെസ്, ഇന്നോസെൻസ് എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ കാരണം അത്രയും ചതിയിലൂടെ കടന്നുകൊണ്ട് സംഹൗ നിങ്ങൾക്ക് വയ്യ. അപ്പം നിങ്ങളൊരു ഫേക്ക് സ്ട്രെങ്ത് തെറ്റാണ്. ഒരു ഇന്നർ സ്ട്രെങ്ത് വരുമ്പോൾ ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി പവർ. സംടൈം നമ്മൾ എന്താ ഫേക്ക് ചെയ്യും, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് ആരും വേണ്ട. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ വിഷമിക്കുമായിരിക്കും, എനിക്ക് ആരുമില്ല. സോ സംഭവം ആളുകൾ വന്ന് ആ ഒരു എനർജീൻ്റെ മിസ്യൂസ് ചെയ്യും. ബിക്കോസ് ദേ നോ നിങ്ങളുടെ സോളിൻ്റെ സ്ട്രെങ്ത് ആണെങ്കിൽ ദേ കാൺട്ട് ഈവൻ തിങ്ക് അബൌട്ട് മേക്കിംഗ് യു ഫുൾ. നിങ്ങളെ പറ്റിക്കാം എന്നുള്ളൊരു ചിന്ത പോലും അവർക്ക് വരത്തില്ല, നിങ്ങളുടെ സോൾ രീതിയിലുള്ള സ്ട്രെങ്ത് ആണെങ്കിൽ. സോ സംവെയർ യു ഹാവ് ടു സറണ്ടർ ടു യുവർ ഇന്നർ സെൽഫ് ബൈ ബിൽഡിങ് യുവർ സ്ട്രെങ്ത്. സ്ട്രെങ്ത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്? ബൈ ടേക്കിംഗ് യുവർ പവർ ബാക്ക് നിങ്ങൾ എടുക്കുക. എവിടേക്കാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഡീമൻസിനെ, നിങ്ങളുടെ ഈഗോനെ, നിങ്ങളുടെ ഡീമൻസിനെ നിങ്ങൾ കൈയടക്കേണ്ടതായിട്ടുണ്ട്. ലൈക്ക് അതിനെ നിങ്ങളുടെ വരുതിയിൽ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ലൈക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യുക ഇൻ ദ സെൻസ് യു ഹാവ് ടു എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പഞ്ച ഇന്ദ്രിയങ്ങൾ ലൈക്ക് നോസ്, ലൈക്ക് സ്മെൽ, വിഷൻ, കണ്ണ്, മൂക്ക്, വായ്, സ്കിൻ, അപ്പം ഈ ഹിയറിങ്, ഇതിലേക്കൊക്കെ നിങ്ങൾ ആ സെൻസസ്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ലൈക്ക് നിങ്ങൾക്ക് ഒന്നിലും ആസക്തി പാടില്ലെന്നല്ല, ഡിസയർ ആവശ്യമാണ്, ബട്ട് നിങ്ങളെ ഒന്നും ഭരിക്കാൻ പാടില്ല. സ്ലോ നിങ്ങളൊരു ഡയറ്റ് നിങ്ങളിപ്പം ഡിസൈഡ് ചെയ്യുക. സോ പൈൽ നമ്പർ 1 ഒരു കുഴപ്പം ഇതാണ്, നിങ്ങൾ ഡിസൈഡ് ചെയ്യണോ ഓക്കെ നാളെ രാവിലെ ഞാൻ 5 മണിക്ക് എണീക്കും. ബട്ട് ഗെസ് വാട്ട്, നിങ്ങൾ രാവിലെ എണീച്ചപ്പോൾ നല്ല മഴ, നല്ല തണുപ്പ്. സോ വീണ്ടും നാളെ ആവട്ടെ എന്ന് പറഞ്ഞൊരു. സോ ഇതെന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടാണ്. ആൻഡ് സെക്കൻഡ് ആവും നിങ്ങൾ നല്ല ഡയറ്റ് തുടങ്ങി, ഇനി ഞാൻ കുറച്ച് ദിവസം ഒരു 7 ദിവസത്തേക്ക് ഞാൻ സ്ട്രിക്ട്ലി ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല. പക്ഷെ സംഭവം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ദിവസം കഴിച്ചു പറഞ്ഞിട്ട് കുഴപ്പമില്ല പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്താ പറയുക ആ ഒരു അതിലേക്ക് ആ ഒരു കെണിയിൽ വീണ് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംഹൗ നിങ്ങളുടെ സെൻസസ് അത്രയും സ്ട്രെങ്തൻ അല്ല. നിങ്ങളപ്പോൾ അതാ ബാക്കി പുറത്തുള്ള ശക്തികൾ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെ അവർ മാറ്റിയേക്കുണ്ടോ. സോ ലുക്ക് വിതിൻ യു ഹാവ് ടു സറണ്ടർ കൺട്രോളിങ് യുവർ സെൽഫ്. യു ഹാവ് ടു സറണ്ടർ ടു യുവർ ട്രാൻസ്ഫോർമേഷൻ. യു ഹാവ് ടു സറണ്ടർ ടു യുവർ ഡ്രീംസ് ബൈ റെസ്റ്റ് ചെയ്യേണ്ടടുത്ത് റെസ്റ്റ് തന്നെ ചെയ്യണം. ഓവർ വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആൻഡ് സറണ്ടർ ടു യുവർ ഇൻറ്റ്യൂഷൻ. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സറണ്ടർ ടു യുവർ ഇന്നോസെൻസ്. സറണ്ടർ ടു യുവർ സ്ട്രെങ്ത്. ബിക്കോസ് യുവർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സോളിൻ്റെ സ്ട്രെങ്ത് ആണ്. സോ യു ഹാവ് ടു ടാപ്പ് ഇൻ ടു യുവർ സെൽഫ് ടു നോ ദ റിയൽ സ്ട്രെങ്ത്, അല്ലെങ്കിൽ ടു നോ ദ റിയൽ യു. ഓക്കെ, സോ ദിസ് ഇസ് ദ റീഡിംഗ് ഫോർ ദ പൈൽ നമ്പർ 1. സോ ഹോപ്പ് നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലും എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാകുന്നില്ല, യു ആർ ഫീലിംഗ് ടോട്ടൽ സ്റ്റക്ക്, ആൻഡ് ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ഇൻവെസ്റ്റ് in yourself. So please, you can contact me, and thank you so much for your like and share and subscribing my YouTube channel. Thank you. See you in the next video. Now moving to the second pile. Bye. So namaskaram. Hi, pile number 2. നിങ്ങൾ തിരഞ്ഞെടുത്ത ഇമേജ് അല്ലെങ്കിൽ പൈൽ ഇതാണെങ്കിൽ ദിസ് ഈസ് യുവർ റീഡിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ ലൈഫിനൊരു ടാരോ കാർഡ് ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ ബുക്ക് മൈ പേഴ്സണൽ സെഷൻ. ഓക്കെ, നൗ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നോക്കാം. ബൈ ആ ഒരു ഇമേജിൽ ഇന്നലെ ഞാൻ ഈ ഒരു ഇമേജുമായിട്ട് കണക്ട് ചെയ്തപ്പം ആ പൈലിൻ്റെ ഒരു ലൈക്ക് തമ്പിനെ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിരുന്നു. കാരണം എനിക്ക് ഫീൽ ആയ സറണ്ടർ എനർജി, പൈൽ 1ൻ്റെ സറണ്ടർ എനർജി കുറച്ച് ദ ഹാർഡ് ആയിരുന്നു. ലൈക്ക്
ദർ ഈസ് നോ ഓപ്ഷൻ റാദർ ദാൻ സറണ്ടറിങ്. ബട്ട് ഹിയർ അങ്ങനല്ല. ദർ ഈസ് ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ആ സറണ്ടർ ചെയ്യുന്നത്. ഭയങ്കര ട്രസ്റ്റ്, ഫെയ്ത്ത് ടു ഗോഡ്. വളരെ ഹാപ്പി ആയിട്ടുള്ള സറണ്ടറാണ്. മേ ബി ഇനി നിങ്ങൾ വിഷമമുള്ള സാഹചര്യമാണ്, നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് സറണ്ടർ ചെയ്തത്. ഈ പൈൽ എന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു എനർജി ഉള്ള പൈലാണ്. സോ അവർ ഭയങ്കരമായിട്ട് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറിലും അങ്ങനെ ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം. ലൈക്ക് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ നടക്കുന്നത്. ലൈക്ക് സംഭവം എനിക്ക് ഫീൽ ആവുന്ന എനർജി ചാർലിയുടെ എനർജിയാണ്. ചാർലിയിലെ ദുൽഖറുടെ ഒരു എനർജിയാണ്. ടെസയുടെ ഒക്കെ ഒരു എനർജിയാണ്. മാസ്കുലൻ ആയാലും ഫെമിനൻ ആയിരിക്കും. ലൈക്ക് ഫ്രീ ബേർഡ്സ്, ഭയങ്കര എനർജറ്റിക് ഫ്രീ ബേർഡ്സ്. അവർക്കറിയാം എന്താണ് അവർക്ക് ചെയ്യേണ്ടത്, ലൈഫിൽ എന്താണ് വേണ്ടത് പ്രോപ്പറായിട്ട് അറിയാം. എന്നിരുന്നാലും ദേ ആർ സറണ്ടറിങ്. ഒരു കൺട്രോളും ഇല്ല, സറണ്ടറിങ്, ട്രസ്റ്റിങ് ദാറ്റ് ലൈക്ക് അവരെ തങ്ങളേക്കാൾ മുകളിൽ ഒരാളുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ നിങ്ങൾ ഏറ്റവും വിഷമമുള്ള സാഹചര്യങ്ങളാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ട്രസ്റ്റ്, ഈശ്വരനോട് നിങ്ങൾക്കുള്ള സമർപ്പണം, ട്രസ്റ്റ്, ഫെയ്ത്ത്, വിശ്വാസം ഭയങ്കര കൂടുതലാണ്. ഭയങ്കര കൂടുതൽ. നിങ്ങളുടെ ലൈഫിൽ എത്രയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും നിങ്ങളുടെ ആ ട്രസ്റ്റിനെ ആർക്കും തകർക്കാൻ പറ്റിയിട്ടില്ല. സോ ഞാൻ വീണ്ടും ഒരു ഇമേജിലേക്കാണ് പോകുന്നത്. സോ ആൻഡ് ഫീലിംഗ് ലൈക്ക് എപ്പോഴും ലൈഫിനെ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണുക. ലൈഫിനെ മറ്റുള്ളവർ വളരെ ഡാർക്ക്നെസ്, ഇപ്പോൾ ലൈഫ് എന്ന് വെച്ചാൽ പൊട്ടയാന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ ഈ ലൈഫ് അങ്ങനെയല്ല. ലൈഫിനെ എപ്പോഴും ഭയങ്കര ജോയ്ഫുള്ളി കളർഫുള്ളി ആയിട്ട് എൻജോയ് ചെയ്യുന്നൊരു പൈലാണ് പൈൽ നമ്പർ 2. ലൈക്ക് ഹാപ്പി ഗോ ഗേൾ ആണ്, ഹാപ്പി ഗോ ബോയ്. ഓക്കെ, ദർ ഈസ് നോ ദറ്റ് ഫെമിനൻ ഓർ മാസ്കുലിൻ. ഹാപ്പിനെസ് ആണ് നിങ്ങൾ അൾട്ടിമേറ്റ്. എല്ലാവരും സന്തോഷിക്കും, തനിക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിക്കുക. ഇങ്ങനെ ഒരു ചോയ്സ് നിങ്ങൾ എടുക്കുമ്പം സംഹൗ യു ആർ സാക്രിഫൈസിങ് യുവർ ഓൺ ഹാപ്പിനെസ്. നിങ്ങളുടെ ഒരു മന്ത്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഹാപ്പി ആവുക. ആ സമയത്ത് അവിടെ നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത്. അവിടെ നിങ്ങൾ എന്ന വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്. സോ മറ്റുള്ളവരുടെ സന്തോഷത്തിൻ്റെ സകല ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു പൈലാണ് പൈൽ നമ്പർ 2. സോ അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിലുപരി അത് നിങ്ങൾക്ക് ഓൾറെഡി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊരു ചുമതല എടുത്തേക്കുക. ഇറ്റ്സ് ലൈക്ക് എ ബേർഡൻ ഫോർ യു റൈറ്റ് നൗ. സംഹൗ യു ആർ ഫീലിംഗ് ബേർഡൻ ഓഫ് ദിസ് അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റി, എക്സോഷൻ ആണ്. സോ എനിക്കിപ്പോൾ പൈൽ നമ്പർ 2 ചെയ്യുമ്പോൾ എനിക്ക് പെയിൻ ഫീൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നെക്ക് ആൻഡ് ഷോൾഡർ ഏരിയയിലാണ്. മേ ബി നിങ്ങൾ ലോങ് ടൈമിൽ ഇരുന്ന് മീൻസ് ഭയങ്കരമുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ വർക്ക് ചെയ്യുന്നവരോ ഇൻഫോ പാർക്ക് അങ്ങനെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. ഒരു പക്ഷെ അങ്ങനെ ജോലി ചെയ്യുന്നവരല്ലെങ്കിൽ പോലും ബിക്കോസ് ഓഫ് യുവർ അൺവാണ്ടഡ് ബേർഡൻസ്, മേ ബി ബേർഡൻ ആയിരിക്കാം. ഫാമിലിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. മേ ബി നിങ്ങളുടെ ഫാമിലിയൊക്കെ എപ്പോഴും നിങ്ങൾ ബെസ്റ്റ് ആയിരിക്കണം, എല്ലാം നമ്പർ 1 ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ബേർഡൻ ആയിരിക്കും. ലൈക്ക് ഫാമിലിയുടെ റെപ്യൂട്ടേഷനും എല്ലാവരുടെ സന്തോഷത്തിൻ്റെയും എല്ലാവരുടെയും എല്ലാത്തിൻ്റെ അടിത്തറ നിങ്ങളെ മീൻസ് കുഞ്ഞുനാളിലെ മുതൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഏജിനെക്കാട്ടിലും താങ്ങുന്നതിലുപരിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ബേർഡൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി. സോ സംഹൗ യു ആർ ഫീലിംഗ് ലൈക്ക് എ ബേർഡൻ ആൻഡ് യു നീഡ് എ പാർട്ട്ണർ ടു ഷെയർ ഇറ്റ് വിത്ത്. ആൻഡ് ഫീലിംഗ് അൺസപ്പോർട്ടഡ് ഈവൻ ദോ നിങ്ങൾ ഹാപ്പിയിലാണ് സറണ്ടർ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഇതൊന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ കൺട്രോളിങ് അല്ല, റെസ്പോൺസിബിലിറ്റി കാരണമുള്ള ഷോൾഡർ പെയിൻ ആണ്. വെരി മച്ച് ഷോൾഡർ പെയിൻ എനിക്ക് അനക്കാൻ വയ്യ. നെക്കിൽ ഇങ്ങനെ ആക്കാൻ വയ്യ, ഇങ്ങനെ സൈഡ് നോക്കാൻ വയ്യ, ആ ഫുൾ പെയിൻ വരുവാണ്. ഷോൾഡറിൽ ഭയങ്കര ഹെവിനെസ്, സ്റ്റിഫ്നെസ് ആണ്. എനിക്ക് ഇങ്ങനെ മൂവ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ഐ എം ഫീലിംഗ് വെരി സ്റ്റക്ക് ഓൾസോ. ആൻഡ് നിങ്ങൾ പറയാൻ വരുന്ന കാര്യം പറയത്തില്ല, എല്ലാവരെയും സന്തോഷിപ്പിച്ചിരിക്കുക, നോ പറയാൻ അറിയത്തില്ല, എപ്പോഴും യെസ് പറയുക. അവസാനം ആയിരിക്കും അവനവൻ കുഴിക്കുന്ന ഗുലുമാൽ ഈ ഒരു പാട്ടാണ് എനിക്ക് കേൾക്കുന്നത്. അതിലെ സായികുമാറിനെ പോലെ വളരെ പാവപ്പെട്ട നിഷ്കളങ്കരാണ്. മുകേഷിനെ പോലെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണും, നിങ്ങളെ പറ്റിക്കും. നിങ്ങൾ ഓരോ കുഴിയെ കൊണ്ട് ചാടിക്കുന്ന ആൾക്കാരായിരിക്കാം. സോ ഡോണ്ട് ട്രസ്റ്റ് ദം. ഓക്കെ, മേ ബി ബിക്കോസ് ഓഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കാം. സംഭവം നിങ്ങൾ കൂടുതലും കുഴി ചാടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത സകല പണിയും നിങ്ങളുടെ പുറത്താണ് വന്നിട്ടുള്ളത്.
ഓക്കെ. ആൻഡ് ഹാപ്പി ഗോ ലക്കി ആണെങ്കിൽ പോലും യു ആർ ഇൻ യുവർ ഡാർക്കസ്റ്റ് അവർ റൈറ്റ് നൗ. ഏറ്റവും ഡാർക്കസ്റ്റ് ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങളത് ആരോടും പറയാറില്ല. നിങ്ങളെ കണ്ട ആർക്കും മനസ്സിലാവത്തില്ല നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടെന്ന്. കണ്ടാൽ നിങ്ങൾ പറയും നീയായിട്ട് ജനിച്ചാൽ മതി, എന്തൊരു ഭാഗ്യമാണ്. പക്ഷെ നിങ്ങൾ ഓരോ നിമിഷവും ആ ഭാഗ്യത്തെ, മറ്റുള്ളവർ കാണുന്ന ആ ഭാഗ്യത്തെ നിങ്ങൾ ഓരോ നിമിഷം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു ജീവിതത്തെ പറ്റി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. മീൻസ് എന്നിരുന്നാലും നിങ്ങൾ ഇത്ര സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ലതാണ്, ലൈഫ് ശരിയാവില്ല, ഈ ലൈഫ് ശരിയാവും. ഒരു ഹോപ്പ്, ചില സമയത്ത് നിങ്ങളൊരു ഫോൾസ് ഹോപ്പും കൂടാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ലൈക്ക് സോ സറണ്ടറിങ് സംഹൗ. മറ്റുള്ളവർ നിങ്ങളാരെങ്കിലും നിങ്ങളവരെ സ്നേഹിച്ച പോലെ അല്ലെങ്കിൽ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊരു ഭാവത്തിലാണ് ആ സറണ്ടർ വന്നിരിക്കുന്നത്. ആൻഡ് യു ലവ് യുവർ ഗോഡ് വെരി മച്ച്. യു ലവ് ദ ഭയങ്കര വിശ്വാസികളാണ്. ലൈക്ക് അന്ധവിശ്വാസം എന്നല്ല, ലൈക്ക് ഒരു വിശ്വാസം. ഈവൻ തോ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുള്ള, പള്ളിയിൽ മസ്ജിദിൽ ഒന്നും ചെയ്യുന്നല്ലെങ്കിൽ യു ബിലീവ് ഇൻ യുവർ സെൽഫ്. You believe in a divine energy. Someone is greater than me. മനസ്സിലായില്ല? ആ ഒരു ഇതാണ്. അത്രയും ഈഗോയിസ്റ്റിക് ഉള്ള പൈലല്ല. മീൻസ് അത്രയും മൈൻഡ് നിങ്ങളുടെ ഇതല്ല. എന്തിനാണ് നിങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്തത്. ഭയങ്കര ഇമോഷണലി പെരുമാറുന്ന ഒരു പൈലാണ്. എല്ലാം ഇമോഷണലിയാണ് എടുക്കുന്നത്. നല്ലത് പറഞ്ഞാലും ഇമോഷണലിലേക്കും, പക്ഷെ കുറ്റം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ആണ് കിട്ടുന്നത്. ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്ന പാരൻസ് ആയിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, ഫ്രണ്ട്സ്, കൊളീഗ്, ഭയങ്കര ബുള്ളി ഇതിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ദിസ് ഇസ് ദ ഓവറോൾ എനർജി ഐ എം ഗെറ്റിംഗ് ഫ്രം ദ ഇമേജ്. സോ ഓരോ അന്ധകാരം വരുമ്പോൾ ഇനിയൊരു നല്ലൊരു പുലർച്ചയുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം വളരെ കൂടുതലാണ് നിങ്ങളത്. ആൻഡ് ഓക്കെ, നൗ ലെറ്റ്സ് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് പൈൽ നമ്പർ 2 സറണ്ടർ ചെയ്യാൻ. സോ പൈൽ നമ്പർ 2 God, spirit guides, pile number 2 spirit guides, please show എന്താണ് അവരുടെ ലൈഫിൽ സറണ്ടർ ചെയ്യുന്നത്, എന്താണ് അവരുടെ ബേർഡൻ, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്. പ്ലീസ് ഗോഡ് റൈറ്റ് നൗ പൈൽ നമ്പർ 2 എന്താണ് സറണ്ടർ ചെയ്യുന്നത്. വാട്ട് ദേ നീഡ് ടു സറണ്ടർ റൈറ്റ് നൗ. ഒരു ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, what they need to surrender right now. Pile number 2. What they need to surrender. Pile number 2. Turning in. എന്താണ് പറഞ്ഞത്? അകത്ത് പോവുക. ഓക്കെ. Ripeness. Suppression. Okay. Exhaustion. Stress. What I am saying. And bottom of the deck is trust. You have enormous trust. Okay, so turning in. So നിങ്ങൾ ടേണിങ് ഇൻ അകത്തേക്ക് പോകുന്നില്ല, വിഷമം പോകുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യാറില്ല. ബിക്കോസ് എത്ര പ്രാവശ്യം നിങ്ങൾ ടേൺ ഇൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അൺവാണ്ടഡ് ഇമോഷൻ തോട്ട്സ് ഒക്കെ വരുന്നതാ, ഈ ഉള്ള ഫേസസ് ഒക്കെ വരും. സോ പക്ഷേ നിങ്ങൾ എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾ ലിബറേറ്റ് ആണ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് കാർഡ് റൈറ്റ്നെസ് ആണ്. നിങ്ങൾ റെഡിയാണ്. ഓക്കെ, റെഡിയാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് നിങ്ങളെ കണ്ട ഈ പൈലർ ഭയങ്കര ഹാപ്പി ഗോ ലക്കി എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് കാര്യം സപ്രഷൻ. നിങ്ങൾ സപ്രസ് ചെയ്തുള്ള ഇമോഷൻസ് ആണ്. ബേർഡൻ, ലൈക്ക് ഇവിടെയും ബേർഡൻ ആണ്, എക്സോഷനിൽ ബേർഡൻ ആണ്, അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് സ്ട്രെസ് ആണ്. ലുക്ക് എന്താ ആ ഇമേജിലുള്ള. സോ ഒരു പൈൽ നമ്പർ 2 ആ ഇമേജ് കാരണം ഭയങ്കര ഹാപ്പി ഉള്ള റീഡിങ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാപ്പിനെസ് ഓർ അൺഹാപ്പിനെസ്. ഇതൊരു തെറ്റായുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് ഈ നിമിഷം ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ജോയ് അല്ലെങ്കിൽ പീസിലേക്ക് ടാപ്പ് ഇൻ ചെയ്യണമെങ്കിൽ you need to surrender your suppressed emotion, surrender your exalted emotion, exalted condition. സ്ട്രെസ്സിനെ സറണ്ടർ ചെയ്യുക, സ്ട്രെസ്സിനെ ഈശോയിലേക്ക് സറണ്ടർ ചെയ്യുക, എക്സോഷൻ ആയിട്ടുള്ള എനർജിനെ സറണ്ടർ ചെയ്യുക ഈശോയിലേക്ക്, സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷനെ സറണ്ടർ ചെയ്ത് ഈശോയിലേക്ക് സറണ്ടർ ചെയ്ത് റിലീസ് ചെയ്യുക. അത് എങ്ങനെ ചെയ്യും? ത്രൂ മെഡിറ്റേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ആൻഡ് യു ആർ റെഡി ഫോർ റൈറ്റ്നെസ്. ഓക്കെ, നിങ്ങൾ ബിക്കോസ് വിസ്ഡം ഭയങ്കര കൂടുതലാണ്. ആൻഡ് യു ഹാവ് ഇമ്മേഴ്സ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്.
സോ ടേണിങ് ഇൻ, എന്താണ് അവർ ആ മെഡിറ്റേഷൻ എനർജിയിലേക്ക് അവർ സറണ്ടർ ചെയ്യണം. സോ എന്താണ് അവരെ തന്നിൽ നിന്നും ഫീലിംഗ് ദെയർ ഇമോഷൻ നിന്ന് അവരെ സ്റ്റക്ക് ചെയ്യുന്ന പൈൽ നമ്പർ 2 ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷൻ എന്താണ്, എന്തുകൊണ്ടാണ് അവർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അവരിലേക്ക് ഫീലിങ്സിനെ ഫീൽ ചെയ്യാതെ വൈ ദേ ആർ റണ്ണിങ് അവേ ഫ്രം ദെയർ സെൽഫ്. പൈൽ നമ്പർ 2 റണ്ണേഴ്സാണ്, അവരുടെ ലൈഫിൽ അവർ റണ്ണേഴ്സാണ്. സ്ട്രെസ്ഫുൾ റൺ ചെയ്ത് മീൻസ് പോകുന്നല്ല, പക്ഷെ അവരുടെ ഇമോഷൻ നിന്ന് ഒളിക്കുന്നവരാണ്. ബിക്കോസ് നിങ്ങൾക്ക് മറ്റുള്ള റെസ്പോൺസിബിലിറ്റി അല്ലേ നിങ്ങൾക്ക്, അപ്പം നിങ്ങളുടെ സന്തോഷത്തിന് എങ്ങനെയാണ് നിങ്ങൾ വില കൊടുക്കുന്നത്? സോ വാട്ട് ആർ ദേ, എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത് അവരെ ടേണിങ് ഇൻ, തന്നിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു എനർജി എന്താണ്? സ്ട്രെങ്ത് മീൻസ് നിങ്ങളെ ഡിസ്കണക്ട് ചെയ്യുന്ന ഇന്നർ ഡീമൻസ് ആണ്. നിങ്ങളുടെ ഈ ഇന്നർ ഡീമൻസിനെ നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. സംഹൗ യു ഫീൽ ദാറ്റ് പവർലെസ്നെസ് ഇൻ യുവർ സെൽഫ് ആൻഡ് റൈറ്റ്നെസ് എനർജി. എന്താണ് അവരുടെ ലൈഫിൽ? അപ്പോൾ റെഡിയാണ്, അവരെന്തോ ഒരു കാര്യത്തിന് റെഡിയാണ്, ബട്ട് സംഹൗ ആ ഒരു ലെസൺ അവർക്ക് വരുന്നില്ല. സോ ദേ ആർ റെഡി ഇൻ വിച്ച് ഏരിയ ഓഫ് ദെയർ ലൈഫ്? ലൈക്ക് റെഡി ടു ഹാർവെസ്റ്റ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ആവുന്നത്. വെയിറ്റിംഗ് എനർജി പോലെ സംഭവം നിങ്ങൾ വെയിറ്റിംഗ് ആണ്, ആ ഒരു റൈറ്റ്നെസ് നിങ്ങൾക്ക് തരാത്ത അങ്ങനെ ഒരു എനർജി ഫീലാണ് വരുന്നത്. 4 ഓഫ് കപ്സ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്. സോ നാം നോക്കാം നമ്മൾ എന്താണ് ആ റൈറ്റ്നെസ് എനർജി, എന്താണ് സറണ്ടർ ചെയ്യേണ്ടത്. അവല്ലേ 5 ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് കപ്സ്, എന്തൊക്കെ മനസ്സിലായില്ലേ? സോ യാ കപ്സിൻ്റെ എനർജി ലൈക്ക് എന്തോ ലോസ്റ്റ് ആയി പോലെ. എന്താണ് സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ? പൈൽ നമ്പർ 2 സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ, അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്രസ് ചെയ്തേക്കുന്ന ഈ ഇമോഷനെയാണ്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വരുന്നത് എനിക്ക്. 3 ഓഫ് സോഡ്സിൻ്റെ എനർജി സപ്രസ്ഡ് ഇമോഷൻ. അല്ല 8 ഓഫ് സോഡ്സിൻ്റെ എനർജി സംഹൗ ഐ ഫീലിംഗ് സ്റ്റക്ക്. ഏതാണ് അവർ ഏറ്റവും സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ? ഏതാണ് അവർ ഏറ്റവും കൂടുതൽ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ? പൈൽ നമ്പർ 2 ഹാങ്ഡ് മാൻ. ഓക്കെ, ആൻഡ് നൗ എക്സോഷൻ. വാട്ട് ദേ ആർ എക്സോസ്റ്റഡ്. എന്താണ് അവർ എക്സോസ്റ്റ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യുന്നത്? സ്ട്രെസ്സാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബേർഡൻ, ഷോൾഡറിൽ ഭയങ്കര ബേർഡൻ ഉണ്ട് എനിക്ക്. ഇടത്തെ സൈഡിലെ ആൾക്കാർക്ക് പെയിൻ ഉണ്ടാവാം. യു നീഡ് ടു ബാലൻസ് യുവർ യിങ് യാങ് എനർജി. മൂവ്മെൻറ്റ്, നിങ്ങളൊരിടത്ത് മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ചടഞ്ഞു ഇരിക്കുകയാണ്. സോ എനർജിയുടെ മൂവ്മെൻ്റ് ഇല്ല, ഫ്ലോ ഇല്ല. സോ എനർജി സ്റ്റക്നെസ് കാരണം അതാണ്. യോഗ ബെറ്റർ ആയിരിക്കും. എക്സോഷൻ, വൈ ആർ ഫീലിംഗ് എക്സോസ്റ്റഡ്. ഫൗണ്ടേഷൻ ഇല്ലായ്മയാണ് നിങ്ങൾ എക്സോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് സ്ട്രെസ്സിങ് യു? എന്താണ് അവരുടെ സ്ട്രെസ്സിന് കാരണം? ഏത് എനർജിയാണ് അവർ സറണ്ടർ ചെയ്യുന്നത്? ഹെവി പെയിൻ. വാട്ട് സ്ട്രെസ്സിന് കാരണം എന്താണ്? ദ ഹെയറോഫാൻറ്റ്, ഡയറക്ഷൻ ഇല്ലായ്മ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം. ആൻഡ് ദ എംപറർ കാർഡാണ്. ഓക്കെ, ദ എംപറർ കാർഡിൻ്റെ പുറയിൽ 8 ഓഫ് സ്വേർഡ്സിൻ്റെ കാർഡാണ്. ഞാൻ പറഞ്ഞില്ല 8 ഓഫ് സ്വേർഡിൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. സോ സംഹൗ യുവർ സ്പിരിറ്റ് ഗൈഡ് ആർ ടെല്ലിങ് യു ദിസ് ഇസ്, നിങ്ങൾ എംപറർ ആവാൻ ജനിച്ചവരാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് ബിഹേവ് ചെയ്യുന്നത്? 8 ഓഫ് സ്വേർഡ്സിൻ്റെ എനർജിയിലാണ്. സോ പൈൽ നമ്പർ 2, നിങ്ങളിവിടെ സറണ്ടർ ടു യുവർ ഇന്നർ സ്ട്രെങ്ത്. യു ഹാവ് ടു എന്താ പറയുക, എന്താണ് നിങ്ങൾ സറണ്ടർ ചെയ്യാൻ? നിങ്ങൾ എന്താണ് സറണ്ടർ ചെയ്യണമെന്ന് വെച്ചാൽ യുവർ ഇന്നർ ഡീമൻസിനെയാണ് സറണ്ടർ ചെയ്യണത്. ആ ഇന്നർ ഡീമൻസിനെ സറണ്ടർ ചെയ്യണമെങ്കിൽ യു നീഡ് യുവർ സ്ട്രെങ്ത്. യുവർ സോളിൻ്റെ സ്ട്രെങ്തിന് മാത്രമേ നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഡീമൻസിനെ, ഈ ഇന്നർ ഡീമൻസ് നിങ്ങളുടെ സോളിൻ്റെ ആ സോളിൻ്റെ ആ ഒരു പവറിന് മാത്രമേ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ബീസ്റ്റിന് നിങ്ങൾക്ക് എന്താ പറയുക
സാറേ നിങ്ങൾക്ക് ആ ബീസ്റ്റിനെ കൺട്രോൾ അല്ലെങ്കിൽ ബീസ്റ്റിനെ തോൽപ്പിക്കാൻ പറ്റും. ബിക്കോസ് നിങ്ങൾ എപ്പോഴൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുക നിങ്ങളിവിടെ റിലീസ്, ബിക്കോസ് നിങ്ങൾ വെൻ എവർ യു ആർ മെഡിറ്റേറ്റിംഗ്, നിങ്ങൾ എപ്പോഴൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ടേണിങ് ഇൻ, നിങ്ങളുമായിട്ടൊപ്പം ഇരിക്കും, നിങ്ങൾ അവിടെ റിലീസാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യണം, ഒരുപാട് ഇമോഷൻസിനെ നിങ്ങൾ റിലീസ് ചെയ്യണം. ബിക്കോസ് മെഡിറ്റേഷൻ ഈസ് യുവർ ഫ്യൂവൽ, ലൈക്ക് നിങ്ങളുടെ പവറാണ്, എനർജി ബൂസ്റ്ററാണ് നിങ്ങൾക്ക്. സോ ഈ പൈലുകാർക്ക് മെഡിറ്റേഷൻ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ എപ്പോഴൊക്കെ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നോ, ഫീലിംഗ് എക്സോസ്റ്റഡ് ആവുന്നോ, നിങ്ങളുടെ സ്പിരിറ്റ് ടീം പറയുന്നത് പ്ലീസ് മെഡിറ്റേറ്റ് 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 ഇൻ ദ സെൻസ് ഒരു പാട്ട് കേട്ടിട്ട് ജസ്റ്റ് ആ പാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു മന്ത്രം ഇട്ടിട്ട് അതിങ്ങനെ, അതല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഫീലിംഗ് യുവർ ഫീലിങ്സ്. നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ അലോ ചെയ്യാണ്, നിങ്ങളുടെ തോട്ട്സിൻ്റെ പുറകിൽ പോകാതെ വരുന്ന ഇമോഷനെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, സാഡ്നെസ് വന്ന് ഫീൽ ഓൾ ദ സാഡ്നെസ് ആൻഡ് റിലീസ് ഇറ്റ്. ആങ്കർ വന്ന് സപ്രസ് ചെയ്യാതെ ആങ്കറിനെ മൊത്തം ഫീൽ ചെയ്ത് റിലീസ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് എക്സോഷൻ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഫീൽ ദാറ്റ് എക്സോസ്റ്റഡ് എനർജി ആൻഡ് റിലീസ് ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഭയങ്കര വിക്ടിം എനർജിയാണ് ഫീൽ ചെയ്യുന്നത്, ഫീൽ ഓൾ ദ വിക്ടിം എനർജി വിത്തിൻ യു ആൻഡ് റിലീസ് ഇറ്റ്, റിലീസ് ഇറ്റ്, റിലീസ് ഇറ്റ്, റിലീസ് ഇറ്റ്. ഇത് നിങ്ങളുടെ നിങ്ങളെ മെഡിറ്റേഷൻ മീൻസ്, അതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഞാൻ പറയുന്ന കാര്യം. നമ്മുടെ ഈ ചാനലിൽ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീലിംഗ് ഹൈ വൈബിൽ ഇരിക്കുന്നതല്ല. ലൈക്ക് നിങ്ങൾ ഏത് തരം മെഡിറ്റേഷൻ, ചാൻഡിങ് അങ്ങനത്തെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ ഹയർ ലെവലിൽ ഇരിക്കുന്നതല്ല. ലൈക്ക് നിങ്ങൾ ഔട്ടർ റിയാലിറ്റിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നതല്ല മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഫീലിംഗ് യുവർ ഫീലിങ്സ്, ടേണിങ് ഇൻ ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ട്യൂൺ ഇൻ ചെയ്തിട്ട് നിങ്ങളുടെ ആത്മാവുമായിട്ട് കണക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആത്മാവിനുള്ള ഗൈഡൻസിനെ കേട്ടുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ഡീമൻസിനെ ഇന്നർ ഡീമൻസിനെ നിങ്ങളവിടെ എന്താ പറയുക റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നർ ഡീമൻസിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പിച്ച് നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പവറിനെ റീഗെയിൻ ചെയ്യാണ്. ഇന്നർ ഡീമൻസിനെ നിങ്ങൾ തോൽപ്പിച്ച്, ലൈക്ക് എനിക്ക് പറയാം, ഇനി നിങ്ങൾ മഹിഷാസുര മർദിനി സ്തോത്രം നിങ്ങളെ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് റിലീജിയസ്, ബിക്കോസ് മന്ത്രാസ് ആണ്. ഐഗിരി നന്ദിനി നന്ദിതമേദിനി വിശ്വവിനോദിനി നന്ദിനുദേ. അപ്പോൾ അതിനകത്തുള്ളതെല്ലാം വളരെ മന്ത്രയാണ്. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഹിന്ദുയിസം ഒരു എന്താ പറയുക, ഒരു മതത്തിൻ്റെ അല്ല. സോ നിങ്ങൾ ഫീലിംഗ് കണക്റ്റഡ് ആണെങ്കിൽ ദർ ഈസ് നോ നീഡ് ടു ഹാവ്, ബിക്കോസ് ഞാൻ ഖുറാൻ്റെ വചനങ്ങൾ കേൾക്കാറുണ്ട്, ബൈബിൾ കേൾക്കാറുണ്ട്. സോ നമ്മൾ സ്പിരിച്വൽ ആകുമ്പോൾ ബിക്കോസ് എവ്രിതിങ് ഈസ് സെയിം, എല്ലാം ഒരേ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ലൈക്ക് യു ആർ ഓൾ ആർ വൺ, ടേണിങ്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ബിലീവ് ഇൻ ഗോഡ്, സറണ്ടർ ടു ഗോഡ്, സറണ്ടർ ടു ഗോഡ്. ഇത് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്ന മഹിഷാസുര മർദിനി സ്തോത്രം കേൾക്കുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഫൈറ്റ് യുവർ ഇന്നർ ഡീമൻസ്. നിങ്ങളുടെ ഇന്നർ ഡീമനെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ബിക്കോസ് സംഹൗ നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡ് കയറി വന്ന്, ബിക്കോസ് നിങ്ങൾ മറ്റുള്ളവരുടെ, ബിക്കോസ് നിങ്ങളുടെ ഇമോഷൻ അല്ല, നിങ്ങൾ കൂടുതൽ മറ്റുള്ളവരുടെ എനർജി ഫീൽഡിൽ ടാപ്പ് ഇൻ ചെയ്യാറുണ്ട്. സംഭവം ഈ പൈലിലെ ആൾക്കാർ വളരെ എംപത്തറ്റിക് പേഴ്സൺ ആണ്, സെൻസിറ്റീവ് ആണ്, ഭയങ്കര ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ ആണ്. HSP ഹൈലി സെൻസിറ്റീവ് പീപ്പിൾ ആയതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ എനർജി നിങ്ങൾ ഗ്രാസ്പ് ചെയ്യും. സോ മറ്റുള്ളവരുടെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് കാരണം നിങ്ങളുടെ ഇമോഷനെ വളരെ കൂടുതൽ മൈൻഡ് അലേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കാറുണ്ട്. സോ പ്ലീസ് കോഡ് കട്ടിങ്സ് ചെയ്യുക, റിച്വൽസ് ചെയ്യുക, സോൾട്ട് ബാത്ത് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതായിരിക്കും. സോ നിങ്ങളെ ഈ സമയത്ത് സറണ്ടർ ചെയ്യാൻ പറയുന്നത്, സറണ്ടർ ടു യുവർ ഇന്നർ ഗൈഡൻസ്, ഇന്നർ സെൽഫ്. ബിക്കോസ് അത് നിങ്ങളുടെ ഇന്നർ ഡീമൻസ് ആണ് നിങ്ങളെ തടയുന്നത് സറണ്ടറിൽ നിന്ന്. ബിക്കോസ് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളോടൊപ്പം മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരിക്കും, നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് വരും. സോ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്, ആ ഇമോഷൻ ഭയങ്കര കൂടുതലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ somehow you are running from yourself. That's why your twin flame is running from you, and this is the ultimate mirror. So please tune into yourself, tune into it, okay? And second card, ningal parna ripeness ne ready aanu ningala life il. So somehow it's time to let something go. നിങ്ങൾ 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയാണ്. ലൈക്ക് 3 ഓഫ് കപ്സ്, ആ സ്പിൽഡ് ആയിട്ടുള്ള 3 കപ്പിനെ പറ്റിയാണ്, ലൈക്ക് കാലിയായ 3 അവസരത്തെ പറ്റിയാണ് നിങ്ങൾ ബോദർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഡിവൈൻ തരുന്ന ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി, സംതിങ് ന്യൂ ഈസ് കമ്മിങ് ഇൻ ടു അവർ ലൈഫ്. മേ ബി ഒരു ന്യൂ ലവ് ആവാം,
ന്യൂ ജോബ് ആവാം, ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ആവാം, ന്യൂ കരിയർ ഷിഫ്റ്റ് ആകാം, ന്യൂ സ്ഥലത്തേക്കുള്ള റീലൊക്കേഷൻ ആവാം. സോ സംഹൗ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു മാറ്റം അല്ല, എന്നിരുന്നാലും ഒരു മാറ്റം വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ശ്രദ്ധ മൊത്തം പാഴായിപ്പോയ 3 അവസരങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്ക് ഈശ്വരൻ തന്ന പുതിയ അവസരത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ല. ബിക്കോസ് ഈ ഒരു കൈ ഡിവൈനിൽ നിന്നാണ് വന്ന ഈ ഒരു ഹെൽപ്പിനെ പറ്റി നിങ്ങൾ ആലോചിക്കുന്നില്ല. നിങ്ങളുടെ ശ്രദ്ധ ഫോക്കസ് മൊത്തം പാസ്റ്റിലേക്കാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് ആ 7 ഓഫ് പെന്റക്കിൾസിന് എനർജി വന്നത്. സോ സംഹൗ യു ആർ വെയിറ്റിംഗ് ഫോർ ദ ഹാർബർ. നിങ്ങൾ വെയിറ്റിംഗ് പീരീഡിലാണ്. സോ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങളോട് ഈശ്വരൻ പറയുന്നത്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത്, സറണ്ടർ യുവർ വെയിറ്റിംഗ് എനർജി ടു ദ ഗോഡ്. പാസ്റ്റിൽ മീൻസ് എവിടെയാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എവിടെയാണ് ഞാൻ എൻ്റെ ട്വിൻ ഫ്ലെയിമിന് ആ ഒരു അവസരം കൂടെ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ജോബ് റിലേറ്റഡ്, കരിയർ റിലേറ്റഡ്, ഫാമിലി റിലേറ്റഡ്, എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏതവസ്ഥയായാലും നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ്, മിസ്സായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് ഇപ്പോഴും നിങ്ങൾ ബോധർ ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയെന്നുള്ള പുതിയ ഓപ്പർച്യൂണിറ്റിയെ പറ്റി നിങ്ങൾ അതിന് ചെവി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ചെവിക്കൊള്ളുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ ഫുൾ ഫോക്കസ് പാസ്റ്റിലെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് സംഹൗ ദർ ഈസ് എ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ല എനിക്ക് ഇതിലൊക്കെ സ്റ്റബൺ ആയിട്ട്. സോ സംഹൗ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഡെസ്റ്റിനേഷനെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ആ പാതയെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ പോയിരുന്ന പാതയിലൂടെ ചിലപ്പോൾ നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തില്ല, വീണ്ടും ഡിലേ ആവും. അതുകൊണ്ട് യൂണിവേഴ്സ് ആണ് ഈ ചേഞ്ച് കൊണ്ട്. സോ സറണ്ടർ ടു ദാറ്റ് ചേഞ്ച്, സറണ്ടർ ചെയ്യുക. സോ റിലീസ് യുവർ വെയിറ്റിംഗ് എനർജി, സറണ്ടർ ടു ഡിവൈൻ ഓർഡർ, സറണ്ടർ ടു ദ ഡിവൈൻ വിഷ്, സറണ്ടർ ചെയ്യുക. ആൻഡ് യു ആർ റെഡി ഫോർ ദാറ്റ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാൻ മടിക്കുകയാണ്. ബിക്കോസ് യു ആർ നോട്ട് സറണ്ടറിങ് ടു ദാറ്റ് ചേഞ്ച്. നിങ്ങൾ സറണ്ടർ ചേഞ്ചിൽ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്നില്ല ആ ഡിവൈനിനെ. ഓക്കെ. ആൻഡ് ദ തേർഡ് കാർഡ് ഇസ്, എന്തുകൊണ്ടാണ് സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻ? ബിക്കോസ് ഓഫ് ദാറ്റ് ഹാങ്ഡ് മാൻ സിറ്റുവേഷൻ. സോ സംഹൗ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ, ബിക്കോസ് സപ്രസ്ഡ് ആണ്. ലൈക്ക് ലുക്ക്, ആ വ്യക്തി പാസ്റ്റിലും ഫ്യൂച്ചറിലും പോയിട്ട് അത് ആ പ്രസന്റിലും ഞെരുങ്ങാണ്. ലൈക്ക് അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റും ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കരമായിട്ട് ബോധറിയായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ പോലും ഈ ഒരു നിമിഷം നിങ്ങളുടെ കുളവാണ്. ബിക്കോസ് സംഭവം നിങ്ങൾ കാരണം മെഡിറ്റേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഇമോഷൻസ് വരും. സോ പാസ്റ്റിലുണ്ടായ ആ ബിട്രേൽ, ആ ഒരു ലെസൺസിനെ ഒന്നും നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാതെ നിങ്ങൾ എന്താ അത് ശരിയാവും. സോ ലൈഫിന് നിങ്ങളുടെ ഈ പൈൽ 2ന്റെ പ്രശ്നം ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കുന്നതാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഔട്ട്കം ഇങ്ങനെ മാറും, ഒരു ചാൻസ് കൊടുക്കുക. നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ചാൻസസ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് 8ന്റെ പണിയാണ്. 8ന്റെ പണി തന്നെ ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. പക്ഷെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, നൗ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് ടു സീ യുവർ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യേണ്ട സമയം. ബിക്കോസ് ഇറ്റ്സ് എ മേജർ ആർക്കാന കാർഡ് ആൻഡ് ദിസ് ഇസ് ഡിവൈൻ ആണ് ചെയ്യുന്നത്. ഇവിടെ മേജർ ആർക്കാന കാർഡാണ് വന്നത്. സോ ഇറ്റ്സ് ഡിവൈൻ ആണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളെ കൊണ്ട്. സോ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷനെ സറണ്ടർ ചെയ്യുക ഈശ്വരനിലേക്ക്. ഇമോഷനിൽ സറണ്ടർ ചെയ്യാനല്ല പറഞ്ഞത്, സപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷനെ ഭഗവാനിൽ അർപ്പിക്കുക. ആൻഡ് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്. ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആവാതെ ലൈഫിനെ റിയൽ ആയിട്ട് കാണുക. ഓക്കെ, റൈറ്റ് നൗ എനിക്ക് ഈ ഒരു ഗോൾ കിട്ടിയില്ല, സോ എനിക്ക് വിഷമമുണ്ട്. അതെന്താ നിങ്ങൾ എന്താണെന്നറിയോ, ഒരു കാര്യം നടന്നില്ല, നിങ്ങൾക്ക് നല്ല വിഷമവും കാണും. പക്ഷെ നിങ്ങൾ ആരോടും പറയത്തില്ല എനിക്ക് വിഷമമുണ്ട്. ഇറ്റ്സ് ഓക്കെ, സാരമില്ല ഐ എം ഓൾ റൈറ്റ്. എന്നിട്ട് നിങ്ങൾ കണ്ണാടി പോയി യെസ് ഐ എം ഓൾ റൈറ്റ്, ഐ കാൻ ക്രൈ ഇങ്ങനെ തുടച്ച് യെസ് ഐ ഹാവ് ടു സ്ട്രോങ്, ഐ വാണ്ട് ടു ബി സ്ട്രോങ്, നിങ്ങളിങ്ങനെ സെൽഫ് മോട്ടിവേറ്റ്. സോ ഇറ്റ്സ് എ ഫോൾസ് ഹോപ്പ്. നമുക്ക് എല്ലായ്പ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. വി ആർ ഹ്യൂമൻ ബീങ്സ്. സോ എവ്രി ഇമോഷൻ ഈസ് ദെയർ ടു ബി എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ ഡെയർ ടു ബി റിലീസ്ഡ്. ഹാപ്പിനെസ്സിനെ പൂർണ്ണമായി നിങ്ങൾ ആസ്വദിക്കുക. അതുകൊണ്ട് എന്താ പറ്റുന്നത്, നിങ്ങൾക്ക് ഹാപ്പിനെസ് ആസ്വദിക്കാൻ പറ്റില്ല. ബിക്കോസ് ലോട്ട്സ് ഓഫ് ഇമോഷൻ നിങ്ങൾ ആസ്വദിക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾ ആങ്കറിനെ മൊത്തത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക സാഡ്നെസ്സിനെ എക്സ്പ്രസ് ചെയ്തില്ല, ഹാപ്പിനെസ്സിനെ എക്സ്പ്രസ് ചെയ്തു. സോ സംഹൗ എക്സ്പ്രഷൻലെസ് ആയി നിങ്ങളുടെ ലൈഫ്.
ബിക്കോസ് എന്താ ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്ന അങ്ങനെ വിഷമിക്കുന്നത് ഒരു ഭീരുക്കൾ അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കാണാൻ പാടില്ല എൻ്റെ കണ്ണീര്. ഫേക്ക് ഈഗോയിസം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവർ കാണാൻ പാടില്ല എൻ്റെ വിഷമം. മേ ബി നിങ്ങൾ വിഷമിച്ച് അങ്ങനെ ഒരു പക്ഷേ ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നതാകാം. നിങ്ങൾ വിഷമിച്ച സമയത്ത് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞോളൂ, ആൺകുട്ടികൾ പറയാൻ പാടുള്ളൂ, പെൺകുട്ടികൾ എന്തിനിങ്ങനെ കിടന്നത്, എപ്പം നോക്കിയാലും നീ കരച്ചിൽ മാത്രമാണ്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് പാർട്ട്ണർ ഡിവൈൻ ഫെമിനൻ ആണെങ്കിൽ, എസ്പെഷ്യലി ടു ഡിവൈൻ ഫെമിനൻ, പാസ്റ്റ് പാർട്ട്ണർ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എപ്പം നോക്കിയാലും കരഞ്ഞ് വേറെ ഒറ്റ പണിയില്ല, എപ്പം നോക്കിയാലും കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നവരാണെങ്കിൽ സംഭവം നമ്മൾ കരയാൻ മടിക്കും. അവർ ആരെയും നമ്മൾ ഇമോഷൻ കാണിക്കില്ല. സംഭവം നിങ്ങൾ ഹാർട്ട് സെന്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. സോ ഹാർട്ട് ചക്ര ഇസ് ബ്ലോക്ക്ഡ് യു. അതുകൊണ്ടാണ് ഇമോഷനെ ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ആൻഡ് ഡിവൈൻ മാസ്കുലൻ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട്. നീ എന്താ പെണ്ണാണോ ഇങ്ങനെ കടന്ന് കരയാൻ, ഇങ്ങനെ കടന്ന് നിലവിളിക്കാൻ, അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കുക. സോ നിങ്ങൾക്കറിയാം, സോ നിങ്ങളുടെ വിചാരം ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല. സോ ഇതൊരു നമ്മുടെ സൊസൈറ്റിക്കിൻ്റെ ഒരു ഫേക്കാണിത്. എന്താണ് സന്തോഷം പ്രകടിപ്പിക്കുന്ന പോലെ നമ്മുടെ സന്തോഷവും സങ്കടവും ഈ ഇമോഷൻ നമുക്ക് ഈശ്വരൻ തന്നതല്ലേ. ഈ ഇമോഷനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇമോഷൻസ് മൊത്തം തന്നത്. സോ വീണ്ടും ഞാൻ പറയുന്നു, ഇറ്റ്സ് ഹാങ്ഡ് മാൻ്റെ സിറ്റുവേഷനിലാണ്. സോ ലൈഫ് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ്, സറണ്ടർ ടു യുവർ ചേഞ്ച്. നിങ്ങളുടെ ലൈഫിനെ ന്യൂ പെർസ്പെക്റ്റീവ്, ഫോൾസ് ഹോപ്പിലൂടെ കാണാനല്ല പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഭയങ്കര ലൈഫിനെ വളരെ കളർഫുൾ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി നിങ്ങളുടെ സാഡ്നെസ്സും നിങ്ങളുടെ തന്നെയാണ്. എംബ്രേസ് ചെയ്യുക. നിങ്ങളുടെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾ എന്തുമാണ് പഠിപ്പിച്ചത്. സോ എംബ്രേസ് ഇറ്റ്. ഫെയിലർ നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ എംബ്രേസ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോഴും വിക്ടറി മാത്രമാണ്. സോ സംഹൗ നിങ്ങൾക്ക് തോൽക്കുന്ന ഇഷ്ടം. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ് ഓർ ലൂസിങ്, ഇറ്റ്സ് അബൌട്ട് യു, ബിക്കോസ് യു ആർ പ്രിഷ്യസ്. യു ആർ ലവിങ് ടു ഗോഡ്. നിങ്ങൾ അത്രയും പ്രിയപ്പെട്ടതാണ് ഈശ്വരന്. പ്ലീസ് ചേഞ്ച് യുവർ പെർസ്പെക്റ്റീവ് ആൻഡ് റിലീസ് ദാറ്റ് സപ്രസ്ഡ് ഇമോഷൻ. ഓക്കെ? ആൻഡ് അപ്പോഴേ നിങ്ങൾക്ക് ആ സ്റ്റക്നെസ്സിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ, അപ്പോൾ നിങ്ങളുടെ ലൈഫിന് ഇനി അപ്സൈഡ് ഡൗൺ ആവട്ടെ. അപ്പോൾ ഇനിയും എൻ്റെ ലൈഫിൽ വേറൊരു കണ്ണുകൊണ്ട് കണ്ടു നോക്കാം. വീണ്ടും ഫോൾസ് ഹോപ്പ് കൊടുക്കരുത്. ബിക്കോസ് ഇത് ഡിവൈനാണ് ചെയ്യിപ്പിക്കുന്നത്. ഇനി ഉണ്ടാകുന്ന നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ടാണ്. ബിക്കോസ് നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്ടിവേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടിരിക്കുകയാണ്. ആൻഡ് മൂവിങ് ടു ദ ഫോർത്ത് കാർഡ് ഇസ് എക്സോഷൻ. എന്തുകൊണ്ടാണ് എക്സോഷൻ എനർജി ഫീൽ ചെയ്യുന്നത്? ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഫൗണ്ടേഷൻ ഇല്ലായ്മയാണ് എക്സോഷന് കാരണം. 4 of Wands. 4 of Wands എന്താണ്? ഫൗണ്ടേഷൻ, പാർട്ട്ണർഷിപ്പ്, സെലിബ്രേഷൻ. ആൻഡ് യു ആർ എക്സോസ്റ്റഡ് ബിക്കോസ് ദർ ഈസ് നോ foundation in your life, there is no celebration, there is no victory. Sorry, somehow നിങ്ങളുടെ throat chakra വളരെ ബ്ലോക്ക് ആണ് because of that exhausted energy. Look, എത്ര എക്സോസ്റ്റഡ് ആണ് ആ വ്യക്തി. ഞാൻ പറഞ്ഞില്ല, ഇത് റോബോട്ടിക് ആയിട്ട് റോബോട്ട് ഉള്ള ഫീലിംഗ് ആണ്. പൈൽ നമ്പർ 1 തോന്നുന്നു റോബോട്ടിക്. സോ നിങ്ങൾക്ക് ആദ്യം പൈൽ നമ്പർ 1 ഒരു നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയണേ. പ്ലീസ് ഗോ ചെക്ക് ദാറ്റ് പൈൽ ഓൾസോ. മേ ബി സംഹൗ കുറച്ച് പേർക്ക് പൈൽ നമ്പർ 1 മെസ്സേജസ് ഉണ്ട്. ഓക്കെ, പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. ഇനി നിങ്ങൾക്ക് 2 പൈൽ കാണാനാണെങ്കിൽ യു ക്യാൻ വാച്ച് ദം ബോത്ത്, ബിക്കോസ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുടെ എനർജീസിനെ ക്ലെയിം ചെയ്യുക. ലൈഫിൽ വേണ്ടാത്ത എനർജിനെ ഡിസ്കാർഡ് ചെയ്യുക, വേണ്ട എനർജിനെ മാത്രം വെക്കുക. ആൻഡ് നിങ്ങൾ ഫോളോ ചെയ്യുക പറഞ്ഞിട്ടുള്ള ആ മുൻകരുതലുകളെ അല്ലെങ്കിൽ കോഷൻസ്, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെ അതിൽ നിന്ന് നമുക്ക് കരകയറാമെന്ന് പറഞ്ഞിട്ടുള്ള ഗൈഡൻസിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് യുവർ സ്പിരിറ്റ് ഗൈഡ് ഇസ് ടെല്ലിങ് യു ത്രൂ മീ. ഐ എം ജസ്റ്റ് എ ചാനൽ. ഞാനൊരു ചാനൽ മാത്രമാണ്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡാണ്, സ്പിരിറ്റ് ടീംസ് ആണ് നിങ്ങളോട് പറയാനാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുന്നത്, പൈൽ നമ്പർ 1 ഇഷ്ടപ്പെട്ടിട്ട് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ പ്ലീസ് ഗോ ചെക്ക് ആൻഡ് പൈൽ നമ്പർ. ഇനി കൺഫ്യൂസ്ഡ് ആണ് ഏത് പൈലിൽ കാണും, 2 കാണാൻ ആഗ്രഹമുണ്ടോ, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദം. ഓക്കെ, സോ ലൈഫിൽ ഫൗണ്ടേഷൻ ഇല്ലായ്മ, നിങ്ങളുടെ അടിത്തറ തീരെയില്ല. അടിത്തറ അതുകൊണ്ടാണ്, ബിക്കോസ് അടിത്തറ കാരണം കമ്പാരിസൺ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ പൈൽ നമ്പർ 1 കമ്പാരിസൺ എനർജീൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. ബിക്കോസ് കുറച്ച് വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ആ ഒരു എനർജി സംഭവം നിങ്ങൾക്ക് അവിടെ എന്താ പറയുക, നിങ്ങൾക്ക് അവിടെ ഉള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ബിക്കോസ് ഇറ്റ്സ് ഫ്രം യുവർ സ്പിരിറ്റ് ടീംസ്, നോട്ട് ഫ്രം മീ. ഇത് സ്പിരിറ്റ് ടീമിൻ്റെയാണ്. ഓക്കെ, എക്സോസ്റ്റഡ് ആണ്. സോ നിങ്ങളുടെ ലൈഫിൽ റോബോട്ടിക് ആയിട്ട് ആണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് യു ലാക്ക് മോട്ടിവേഷൻ,
യു ലാക്ക് ഫൗണ്ടേഷൻ ബിക്കോസ് എന്താണ് ലാക്ക് ഓഫ് മോട്ടിവേഷന് കാരണം എന്താണ് കൺസിസ്റ്റൻ്റ് അല്ല. നിങ്ങളൊരു ജോലി തുടങ്ങി വെച്ചാൽ പൂർണ്ണമായി പൂർത്തീകരിക്കത്തില്ല. ബിക്കോസ് നിങ്ങൾക്കൊരു ഫേക്ക് പെർഫെക്ഷനിസം അസുഖമുണ്ട്. പെർഫെക്റ്റ് ഒന്നുമല്ല, നോബഡി ഈസ് പെർഫെക്റ്റ്. യു ഹാവ് ടു എന്താ പറയുക, റീബിൽഡ് യുവർ ഫൗണ്ടേഷൻ. സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ചസ്. ഓക്കെ, എല്ലാം റെഡി ആയിട്ട്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങുന്നത് എൻ്റെ വീഡിയോസ് വളരെ പൊട്ടയായിരുന്നു. സൗണ്ട് ക്വാളിറ്റീസ് ഇല്ലായിരുന്നു, വീഡിയോൻ്റെ രീതിയും എങ്ങനെ ക്യാമറ വെക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ് ക്യാമറ വെക്കേണ്ട രീതി പറഞ്ഞത്, വോയിസിൽ. അപ്പം ഞാൻ ഇപ്പോഴും വീഡിയോ എടുക്കുമ്പം ഫാൻ ഇടാറില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഞാൻ വിയർത്ത് കുളിച്ചാണ് ചിലപ്പോൾ വീഡിയോ, ബിക്കോസ് ഐ ലവ് അങ്ങനെയൊക്കെ റീഡിങ് ചെയ്യുന്നത് ഇഷ്ടമായത് കൊണ്ടാണ്. ആൻഡ് അപ്പോൾ ഫാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീഡിങ് എടുക്കാനേ പറ്റില്ല. എനിക്ക് എന്താ പറയുക, അതിനെപ്പറ്റി എനിക്ക് എഡിറ്റിംഗ് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ നോയിസ് ക്യാൻസലേഷൻ അങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ തംബ്നെയിലിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സാണ് എന്നെ സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവും. അങ്ങനെയാണ് ഞാൻ തംബ്നെയിൽ ഉണ്ടാക്കണം പഠിക്കുക. സോ നമ്മുടെ ഒരു ചാനലിൽ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ് ടൈറ്റിൽ കൊണ്ടുവരുന്ന കാര്യം. അവർ വേറെ ഏതോ ലാംഗ്വേജിലാണ്. സോ മലയാളത്തിൽ പറഞ്ഞവർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും, തമിഴ് വേറെ ഏതോ ലാംഗ്വേജ് ആണ്. പക്ഷേ എനിക്ക് സബ് ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, എനിക്കൊന്ന് ട്രൈ ചെയ്യാനാണ്. സോ ഞാൻ പെർഫെക്ഷനിസ്റ്റം വന്ന് നോക്കിയിരുന്നായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനത്തെ പോലൊരു വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ സംഭവം ഞാൻ ഭയങ്കര ഈശ്വരനോട് നന്ദി പറയുന്നു. എനിക്കുള്ള രോഗമായിരുന്നു പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ കുറേ ചാനൽ തുടങ്ങിയിട്ടാണ് അവസാനം ഈ ഒരു ചാനൽ വന്നെത്തിയത്. ഞാൻ ഇതിനു മുന്നേ ഹിന്ദിയിൽ കുറേ ചാനൽ തുടങ്ങിയിട്ട്, പക്ഷേ പെർഫെക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് ഒക്കെ ഞാൻ ഉപേക്ഷിച്ചു. കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഞാനിത് ഷെയർ ചെയ്യുന്നത് ആഗ്രഹത്തിലായിരുന്നു. ഇത് നിങ്ങൾക്ക് എത്ര പേര് റെസൊനേറ്റ് ആവുന്നു, അപ്പം എത്ര കൂടുതൽ റെസൊനേറ്റ് ആവുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് എനിക്ക് സന്തോഷം. ലൈക്ക് എനിക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഐ ലൈക്ക് ആൻഡ് ലവ് ഇറ്റ്. സോ നിങ്ങളുടെ അപ്രീഷിയേഷനും നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വ്യൂസും എനിക്ക് തരുന്ന പ്രചോദനം വളരെ വലുതാണ്. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. സോ ആൻഡ് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം, പ്ലീസ് ലാക്ക് ഓഫ് മോട്ടിവേഷന് കാരണം നിങ്ങൾ റോബോട്ടിക് ആയിട്ട് ചെയ്യുമ്പോൾ, അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ സംതൃപ്തരല്ല. സംഹൗ നിങ്ങൾ സോള് പറയുന്ന ഒരു ജോലിയല്ല ചെയ്യുന്ന, ജോബല്ല ചെയ്യുന്നത്. നിങ്ങൾ സോള് പറയുന്നതല്ല കേൾക്കുന്നത്, മറ്റുള്ളവർ പറയുന്നതാണ് കേൾക്കുക. സംഹൗ നിങ്ങളെ ഇപ്പോഴും മറ്റുള്ളവരാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ എക്സാക്ട് ഡിസയർ അറിയത്തില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇത്രയും നാണ്. ബിക്കോസ് നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ ഹാപ്പിനെസ് അല്ല. എൻ്റെ അച്ഛൻ അമ്മയും ഹാപ്പിയാണോ, എൻ്റെ സഹോദരങ്ങൾ ഹാപ്പിയാണോ, ഫ്രണ്ട്സ് ഹാപ്പിയാണോ, അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ ഏത് മൂവിക്കാണ് പോകേണ്ടത്, ഏത് പോപ്കോൺ വേണ്ടത്. സോ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തി അങ്ങനെയുള്ള ലൈഫായി പോയി. സംഹൗ ഭയങ്കരമായിട്ട് പീപ്പിൾ പ്ലീസിങ് എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് നോ പറയാൻ അറിയത്തില്ല, ഈ പൈലർക്ക് നോ. സോ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര അപ്സെറ്റാണ് നിങ്ങളുടെ ലൈഫുമായിട്ട്. ബിക്കോസ് ലൈഫിൽ ഫൗണ്ടേഷൻ ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും വന്ന് ചോദിക്കുക, ഇപ്പം ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭഗവാൻ വന്ന് നിങ്ങളോട് ചോദിക്കുക എന്താ നിനക്ക് വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ആൻസർ ഉണ്ടോ എന്താ വേണ്ടതെന്ന്. ഇപ്പം നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജോയിൻ ആണ്, നിങ്ങൾ ഇപ്പോഴും നോക്കുക നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണ് ആലോചിക്കുന്നത്, നിങ്ങൾ DM എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ DF എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്താണ് ആഗ്രഹം, അത് ഞാൻ ചെയ്തു കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഗിവ് ചെയ്യാനായിരിക്കും. സംഭവം ഡിവൈൻ ഫെമിനൻ ആണെങ്കിൽ പ്ലീസ് ഗിവ് ചെയ്യുന്നത് മാസ്കുലിൻ്റെ കടമയാണ്. ഫെമിനൻ്റെ കടമ റിസീവ് ചെയ്യാണ്. ഓവർ ഗിവ് മാസ്കുലിൻ ആണെങ്കിൽ ഓവർ ഗിവ് ചെയ്യുന്നതും തെറ്റാണ്. ബാലൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓവർ ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ കാലിയായി പോകും, നിങ്ങളുടെ ഒന്നും കാണില്ല, ശൂന്യാവസ്ഥയിലേക്ക്. സോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഡിവൈൻ ഫെമിനൻ ആണെങ്കിൽ നിങ്ങൾ ഗിവറെ രണ്ട് മാസ്കുലിൻ ആവശ്യമുണ്ട് ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ മാസ്കുലിൻ വിചാരിക്കും അവൾ ഓൾറെഡി മാസ്കുലിൻ എനർജിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. സോ എൻ്റെ കടമ വെച്ചാൽ റിസീവ് ചെയ്യാമല്ലോ. എനിക്ക് നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സോ അവർ റിസീവ് ചെയ്യേണ്ട ഒരു കടമയാണ് ഫെമിനൻ്റെ, ആൻഡ് ഗിവ് ചെയ്യുന്ന കടമയാണ് മാസ്കുലിൻ്റെ. സോ നമ്മുടെ ഫെമിനനിലൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഓവർ ഗിവ് ചെയ്തിട്ട് മാസ്കുലിൻ അപ്പം രണ്ട് മാസ്കുലിൻ എനർജിയാണ് കൊളൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ വിചാരിക്കും ഓൾറെഡി എല്ലാം കൊടുക്കാൻ പ്രാപ്തിയാണ്. സോ എന്തിനാണ് ഞാനുള്ളത്? അപ്പം ആർക്കാണ് ഇല്ലാത്ത അവിടെ കൊണ്ടുപോയി നിങ്ങളുടെ മാസ്കുലിൻ കൊടുക്കുക. ബിക്കോസ് യു ആർ നോട്ട് ബാലൻസിങ് ഓർ യു ആർ നോട്ട് ഇൻ യുവർ ഫെമിനൻ പവർ. ഇനി നിങ്ങളൊരു മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങളുടെ ഫെമിനനെ ഓവർ ഗിവ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എല്ലാം യെസ് അവൾ പറയുന്നുള്ള എല്ലാം ചെയ്യുവാണെങ്കിൽ ദർ ഇസ് നോ ഓൾസോ ബാലൻസിങ്. സോ ഈ പവർ ബാലൻസ് ചെയ്യുക. ബാലൻസിങ് യുവർ മാസ്കുലിൻ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവിനിറ്റിയിലേക്ക് വരുന്നത്, ദാറ്റ് ഇസ് സോ പവർഫുൾ ആൻഡ് ദാറ്റ് സോ സെക്സി ഫോർ യുവർ ഫെമിനൻ. That is so sexy for your feminine.
നിങ്ങൾ എന്നോട് ചോദിക്കുക എന്താണ് സെക്സ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ് യുവർ മാസ്കുലിനിറ്റി ആൻഡ് ബാലൻസിങ് യുവർ ഫെമിനിറ്റി. യുവർ ബാലൻസിങ് ഇൻ ദ സെൻസ് മോസ്റ്റ് സെക്സിയസ് തിങ് അല്ലെങ്കിൽ മോസ്റ്റ് കോൺഫിഡൻറ്റ് തിങ് എന്ന് വെച്ചാൽ ബി ഇൻ യുവർ ഒത്തൻറ്റിക് സെൽഫ്, ബി ഇൻ യുവർ ഫെമിനൻ പവർ ഓർ ബി ഇൻ യുവർ മാസ്കുലിൻ പവർ. ഓക്കെ, സോ ഇതിൻ്റെ ലാക്ക് കൊണ്ടാണ്. സോ നിങ്ങളുടെ ജോബിൽ നിങ്ങൾ ഹാപ്പി ആവാത്തതിന് കാരണം ബിക്കോസ് യു ആർ നോട്ട് ലവിങ് യുവർ ജോബ്. Okay, and you are not loving whatever partnership or relationship you are in. നിങ്ങൾ വളരെ അൺഹാപ്പിയാണ് ആ റിലേഷൻഷിപ്പിൽ ബിക്കോസ് നിങ്ങൾ ഓവർ ഗിവ് ആണ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു കാർമിക് പാർട്ട്ണറുടെ കൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ ഹാപ്പിയല്ല, നിങ്ങളുടെ മാരീഡ് ലൈഫ് വളരെ വളരെ മോശമാണ്. ഇനി നിങ്ങളൊരു ഡിവൈൻ ട്വിൻ ഫ്ലെയിമിനെ തന്നെയാണ് കല്യാണം കഴിച്ചെങ്കിൽ നിങ്ങളിവിടെ ഓവർ ഫെമിനൻ മാസ്കുലിൻ്റെ എനർജിക്ക് എന്തോ ഡിസ്ബാലൻസ് ഉണ്ട്. ഓവർ ഗീവ് അല്ലെങ്കിൽ ഓവർ റിസീവിങ് എന്തോ സംഭവിക്കുന്നു. കാരണം ആരോ ഒരാളാണ് എക്സ്ട്രാ കൊടുക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ആയിരിക്കാൻ ചെയ്യുന്നത്. സോ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. ആൻഡ് ഇതൊക്കെ നിങ്ങൾ കൊണ്ടെത്തുക സറണ്ടർ. സോ സറണ്ടർ ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ സറണ്ടർ ടു യുവർ ഫൗണ്ടേഷൻ ദ ഗോഡിനെ കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിൽ ഗോഡിനെ ഇൻവൈറ്റ് ചെയ്ത് സറണ്ടർ ടു ഗോഡ് വിൽ. അപ്പോൾ ഈ എക്സോഷൻ എനർജി, നിങ്ങളുടെ എക്സോസ്റ്റഡ് ആയിട്ടുള്ള മെമ്മറീസ്, എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഇമോഷനെ സറണ്ടർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഇസ് സ്ട്രെസ്. സറണ്ടർ യുവർ സ്ട്രെസ് ടു ദ ഡിവൈൻ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, അൺവാണ്ടഡ് റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ജോക്കർ. ഈ നോക്കൂ, ഒരേ സമയത്തിൽ 2 ബോളിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഒരു കൈ കൊണ്ട് ഈ മങ്കീനെ ബാലൻസ് ചെയ്യാൻ, മങ്കീനെ നോക്കാന്നു, ഒരു കൈ കൊണ്ട് എന്താ പറയുക, എന്തോ സംഭവം പി എന്തോ ഊതാൻ നോക്കുന്നത്. ഒരു സമയം കൊണ്ട് ഇതാ ഈ എന്താ പറയുക നൈഫിനായിട്ട് ബാലൻസ് ചെയ്യാൻ നോക്കും. ലുക്ക് ഹൗ മച്ച് സ്ട്രെസ് ഉണ്ടായിരിക്കും. കണ്ണുകൾ മൊത്തത്തിൽ അടച്ചേക്കുക. അവയർനെസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ലുക്ക് ഇവിടെ 3 ബോളാന്ന് തോന്നുന്നു, മുകളിലൊരു ബോൾ പോയിട്ടുണ്ട്. സോ ഒരു ടൈമിൽ അറ്റ് എ ടൈമിൽ എത്ര കാര്യമാണ് അയാൾ ചെയ്യുന്നത്? 7 അത് സ്ട്രെസ്ഡ് ആണ്, ലൈഫിൽ ഫുൾ സ്ട്രെസ് ആണ്. ബിക്കോസ് ദർ ഈസ് ലാക്ക് ഓഫ് ഗുരു ഇൻ യുവർ ലൈഫ്, ലാക്ക് ഓഫ് ഡിസിപ്ലിൻ ഇൻ യുവർ ലൈഫ്. സറണ്ടർ ടു ഡിസിപ്ലിൻ. എനിക്ക് കേൾക്കുന്നൊരു ഇത് വെച്ചാൽ സറണ്ടർ ടു ഡിസിപ്ലിൻ. ഗുരുവിൻ്റെ അഭാവമാണ്, ഗൈഡൻസിൻ്റെ അഭാവമാണ്. സറണ്ടർ ടു ദ ഗൈഡൻസ് ഫ്രം ദ ഡിവൈൻ. ആരിൽ നിന്ന് വരുന്ന ഗൈഡൻസ് ആണ്? സറണ്ടർ ഫ്രം ദ ഡിവൈൻ ഹയർ ഓഫ് എന്ന വെച്ചൊരു ഡിവൈൻ ഗൈഡൻസ്. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഹയർ ഓഫ് എൻഡിൽ എനർജിയിലുള്ള ആരെങ്കിലും കാണും, ഗുരു കാണും. മേ ബി നിങ്ങളുടെ ഗുരു, നിങ്ങൾക്ക് ഫിസിക്കലി ഒരു ഗുരു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജറ്റിക്കലി ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗുരു വരും. ബിക്കോസ് സറണ്ടർ ടു ദ ഡിവൈൻ ഗൈഡൻസ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസിൽ സറണ്ടർ ചെയ്യുക. ആൻഡ് സറണ്ടർ ടു ദ ഡിസിപ്ലിൻ. യു ലാക്ക് ഡിസിപ്ലിൻ. പൈൽ നമ്പർ 2 ആളുകൾക്ക് ഡിസിപ്ലിൻ ഇല്ല. സോ അത് കാരണം അവർക്ക് സ്ട്രെസ് ഒന്നാണ്. സോ ദർ ഇസ് പ്രയോറിറ്റി ലിസ്റ്റ് ഇല്ല. സംഭവം നിങ്ങൾ ആ പ്രയോറിറ്റി ലിസ്റ്റിലും ഇല്ല കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി ഇല്ലായ്മയാണ് ഈ സ്ട്രെസ്സിന് കാരണം. സറണ്ടർ ടു ദ ഡിസിപ്ലിൻ. പിന്നെ എനിക്ക് കേൾക്കുന്നത് സറണ്ടർ ടു ദ പ്രയോറിറ്റിയിൽ സറണ്ടർ ചെയ്യുക. ബിക്കോസ് നിങ്ങൾ എഴുതുക, ടു ഡു ലിസ്റ്റ് എഴുതുക. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഏത് കാര്യത്തിന് അക്കംപ്ലിഷ് ചെയ്യണം. സോ ലേസിനെസ്, പ്രോക്കാസ്റ്റിനേഷൻ എനർജി ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എനർജീസ് ഒക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നു. സോ ഈ പൈലുകാർക്ക് സ്ട്രെസ് കൂടാനുള്ള കാരണം എന്താണ്? they are not following their inner guidance. So എന്തോ നിങ്ങൾ ഇന്നർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. സറണ്ടർ ടു ദ ഇന്നർ വിസ്ഡം, സറണ്ടർ ടു ദ ഇന്നർ ഗൈഡൻസ്. ഹയർ ഓഫ് മൈൻഡ് someone is guiding you. നിങ്ങളുടെ ലൈഫിൽ ആരോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നു. നിങ്ങൾ ആ പ്രോപ്പർ ഗൈഡൻസിനെ സറണ്ടർ ചെയ്യുന്നത്. സറണ്ടർ ടു ദ ഡിസിപ്ലിൻ. ബിക്കോസ് എവറിത്തിങ്, നിങ്ങളുടെ ഗുരു നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യും. യു ഹാവ് ടു ബി ഡിസിപ്ലിൻ. മെഡിറ്റേഷൻ ഡിസിപ്ലിൻ്റെ ഒരു കാര്യമാണ്. സറണ്ടർ ടു ദ ഡിസിപ്ലിൻ. സറണ്ടർ ടു യുവർ ഇന്നർ സെൽഫ്. സറണ്ടർ ടു ദ എന്താ പറയാ ചേഞ്ച്. സറണ്ടർ ടു ദ ഇന്നർ പെർസ്പെക്റ്റീവ്. സറണ്ടർ ആൻഡ് മോസ്റ്റ് ഫോക്കസ് ടു യുവർ എന്താ പറയാ ഫൗണ്ടേഷനെ സറണ്ടർ മീൻസ് ഫൗണ്ടേഷൻ ഡിവൈനായിട്ടുള്ള ഫൗണ്ടേഷനെ ബിൽഡ് ചെയ്യുക. ആൻഡ് സറണ്ടർ ടു യുവർ ഗുരു. ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ് ബൈ ടേക്കിംഗ് യുവർ പവർ ബാക്ക് ബൈ സ്ട്രെങ്ത് കാർഡ്. Okay, and this was the reading. And bottom of the deck emperor, because you are meant to be an emperor or empress. Okay, നിങ്ങളുടെ ഇതിൻ്റെ രണ്ടാമത്തെ കാർഡ് വന്ന 8 of Swordsൻ്റെ കാർഡാണ്. സോ സംഹൗ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ആർ നോട്ട്, നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ പെട്ടുപോയൊരവസ്ഥ, നിങ്ങൾ പോയിട്ടൊന്നുമില്ല. ഫാൾസ് ഹോപ്പ് കൊടുക്കാൻ നിർത്തുക. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ട്രസ്റ്റ്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്. സോ ബിൽഡ് എ ട്രസ്റ്റ് വിതിൻ. Okay, so this was your reading pile number 2, and thank you so much.
ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു സിറ്റുവേഷനിൽ കടന്നു പോകണമെങ്കിൽ you can book your personal session with me. And thank you so much for your love and support. See you in your next video. Bye and take care.